ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിസ്. ഞാൻ ഇത്ര നേരം വെയിറ്റ് ചെയ്യായിരുന്നു. ഇത് എന്താണ് 10:08 ആരും കേറാത്തേന്ന്? എന്തേ ലേറ്റ് ആയേ? 10:33. എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല മിസ്. അതെ, അപ്പൊ ആരും കേറാതെ എങ്ങനെ ക്ലാസ് കൊടുക്കണേ? ആകെ കുറച്ച് കുട്ടികളുള്ളൂ ഈ ബാച്ചില്. നിങ്ങൾ സ്ഥിരം ഷാരോണും തുഷാരിയൊക്കെ സ്ഥിരം കയറുന്നവരാണ്. നിങ്ങൾ രണ്ടോ മൂന്നോ പേരൊക്കെ കയറാറുള്ളൂ ലൈവ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നവര്. അപ്പൊ ആരും ഇല്ലാത്ത തന്നെ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കായിരുന്നു എങ്ങനെ ക്ലാസ് തുടങ്ങണേന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, നമുക്ക് കഴിഞ്ഞ ചാപ്റ്റർ 21 റേഡിയോളജിയിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് എഴുതാം, എന്നിട്ട് നമുക്ക് പുതിയ ചാപ്റ്ററിലേക്ക് പോകാം. ഓരോ ചാപ്റ്ററും കഴിയുമ്പോൾ അതിനകത്ത് എക്സ്ട്രാ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി 1 വേർഡ്സ് ആണ് കേട്ടോ. 1 വേർഡ്സും കൂടി എഴുതുവാണെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ പിന്നെ റിവിഷൻ വരുമ്പോൾ ഫുള്ള് ചാപ്റ്ററുകളിൽ എഴുതാനായിട്ട് ടൈം എത്രത്തോളം കിട്ടും എന്നറിയില്ല. അപ്പൊ കഴിഞ്ഞ ബാച്ചിന് ഞാൻ എങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ റിവിഷൻ ഓരോ ചാപ്റ്റേഴ്സ് റിവിഷൻ പറയുമ്പോൾ ആ ചാപ്റ്റർ അവർ നോക്കിക്കൊണ്ടുവരും, എന്നിട്ട് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് എഴുതുമായിരുന്നു ചെയ്തത്. ഇപ്പൊ നമുക്കെന്നാ ഇപ്പൊ ഈ ഒരു ചാപ്റ്റർ ഒടുങ്ങിയ റേഡിയോളജി നമ്മൾ കഴിഞ്ഞല്ലോ, ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എഴുതിയിട്ട് നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. അതുപോലെ അപ്പൊ അങ്ങനെ പോകാം. എന്നിട്ട് മുന്നത്തുള്ള ചാപ്റ്റേഴ്സിന്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഞാൻ തരാം, അത് നമുക്ക് റിവിഷന്റെ സമയത്ത് എഴുതാം കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ എടുത്തോ റേഡിയോളജി. അത് കഴിഞ്ഞിട്ട് അപ്പൊ അത് ഫിനിഷ് ആയിട്ട് നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. ഡയറ്ററി സർവീസ് ആണ് ഇനി നെക്സ്റ്റ് വരുന്നത്. അപ്പൊ വേഗം നമുക്ക് ഒരു അരമണിക്കൂർ മതിയാവും. ഒരു 10-15 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ. 15-16 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളൂ. അപ്പൊ കുറച്ചൊക്കെ ഇമ്പോർട്ടന്റ് ആയതാട്ടോ. ഇത് മാത്രം പഠിക്കരുത്, നിങ്ങളുടെ പ്രിന്റഡ് നോട്ട് നിങ്ങൾ നോക്കണം. എന്നാലും ഇതിൽ നിന്നൊക്കെ കുറച്ച് 1 വേർഡ്സുകൾ നമുക്ക് എക്സ്ട്രാ നിങ്ങൾക്ക് തരാം. നമുക്ക് എന്നാ എഴുതി തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. How does radiology, RADIOLOGY, how does radiology treat disease? TREAT, treat disease. എങ്ങനെയാണ് റേഡിയോളജി ഡിസീസിനെ ട്രീറ്റ് ചെയ്യുന്നത്? എന്ത് വെച്ചിട്ട് അവിടെ എന്ത് യൂസ് ചെയ്തോട്ടാണ്? The treatment of disease by using, എന്തുപയോഗിച്ചാണ് ഡിസീസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് റേഡിയോളജിയില്? ഇമേജിംഗ് ടെക്നോളജീസ് അല്ലെ? ഇമേജിംഗ് ടെക്നോളജി അനുസരിച്ചിട്ടാണ്, അതിനെ വെച്ചിട്ടാണ് നമ്മൾ ഡിസീസ് ട്രീറ്റ് ചെയ്യുന്നത്. ആൻസർ എഴുതിക്കോ. യൂസിങ് ഇമേജിംഗ് ടെക്നോളജീസ്. യൂസിങ് ഇമേജിംഗ് ടെക്നോളജീസ്. TECHNOLOGIES, ഇമേജിംഗ് ടെക്നോളജീസ്. അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം, ഇൻ റേഡിയോളജി ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസ് ബൈ യൂസിങ് ഡാഷ്, അങ്ങനെ ചോദിക്കാം കേട്ടോ. ഇൻ റേഡിയോളജി ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസ് ബൈ യൂസിങ് ഇമേജിംഗ് ടെക്നോളജീസ്. ഇവിടെ ഡാഷ് എന്നുള്ളിടത്ത് ഇമേജിംഗ് ടെക്നോളജീസ് എന്നാക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് വൺ. ഇൻ radiology dash energy is used to diagnose, DIAGNOSE, diagnose disease. In radiology, dash energy is used to diagnose disease. ഏത് എനർജി അവിടെ യൂസ് ചെയ്യുന്നേ റേഡിയോളജിയില്? ഏത് എനർജി അവിടെ ഉപയോഗിക്കുന്നേ? ഡീൽസ് വിത്ത്, അവിടെ ഉണ്ടല്ലോ ഫസ്റ്റ് സെന്റൻസില് നോക്കിയേ, റേഡിയന്റ് എനർജി, RADIANT.
Next question. Third question ആണ്. Dash is a rapid pain-free procedure that is done to create create images of the structures structures within the body. ഏതാണ് റാപ്പിഡ് പെയിൻ ഫ്രീ പ്രൊസീജിയർ? X-ray. Next question, fourth question. Which imaging technology TECHNOLOGY, which imaging technology is used to observe observe fetus fetus. Which imaging technology is used to observe fetus? ഏത് imaging technology ആണ്? ultrasound scan. Fifth question. Expand expand CT capital letters കൊടുക്കുക, സിയും ടിയും. expand CT. എന്താണ് CT എന്ന് പറയുന്നത്? Computer tomography. Okay, very good. Computer tomography. COMPUTED, tomography, TOMOGRAPHY, computer tomography, CT. Sixth question. Which is the safest, safest medical, which is the safest medical imaging technology? Which is the safest medical imaging technology? ഏതാ ഏറ്റവും സേഫസ്റ്റ് ആന്ന് പറഞ്ഞത്? ultrasound. Next question. അപ്പൊ ഇത് കൂടാതെ നിങ്ങൾ ഇത് നോട്ട് നോക്കണം കേട്ടോ. 1 words ഒക്കെ ഇത് മാത്രമല്ല, അല്ലാത്ത നോട്ട്സ് ഫുള്ള് നിങ്ങൾ വായിക്കണം. പിന്നെ അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ്. ക്ലാസിഫിക്കേഷനിൽ 3 ഡിഫറെന്റ് ഏരിയ പറഞ്ഞായിരുന്നു. ഡയഗ്നോസ്റ്റിക് ഏരിയ, ഇന്റർവെൻഷണൽ ഏരിയ, റേഡിയേഷൻ, ഓങ്കോളജി. അങ്ങനെ 3 എണ്ണമാണ്. അപ്പൊ വേണമെങ്കിൽ ചോദിക്കാം, റേഡിയോളജിക്കൽ മാർക്കിന്റെ ഡിഫറെന്റ് ഏരിയാസ് വിച്ച് ആർ ദ ഡിഫറെന്റ്, അല്ലെങ്കിൽ എത്ര ഏരിയ ഉണ്ട് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അതിപ്പോ എഴുതണമെന്നില്ല. 3 ഏരിയാസ് നോക്കാം. അല്ലെങ്കിൽ ഹൗ മെനി ഏരിയാസ് ഇൻ റേഡിയോളജിക്കൽ വർക്ക്, അല്ലെങ്കിൽ 3 ഡിഫറെന്റ് ഏരിയാസ് ഏതൊക്കെയാണ്, അങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. എല്ലാനും ഒന്നും തരുന്നില്ല, കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് തരുന്നുള്ളൂ, ഇമ്പോർട്ടന്റ് ഒക്കെ തോന്നുന്നതൊക്കെ. നെക്സ്റ്റ് വൺ, 7th question. Angiographers, ANGIOGRAPHERS
GRAPHERS. Angiographers are performed, PRFORMED. Angiographers are performed for visualizing. Angiographers are performed for visualizing dash. എന്തിനെ വിഷ്വലൈസ് ചെയ്യാനാണ് ആൻജിയോഗ്രാഫേഴ്സ്? ആൻജിയോഗ്രാഫിയിൽ എന്താണ് അവിടെ വിഷ്വലൈസ് ചെയ്യുന്നത്? ബോൺസ് ആണോ? സ്റ്റൊമക്ക് ഓപ്ഷൻസ് ഇത് നിങ്ങൾക്ക് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. അതിന്റെ ഓപ്ഷൻസ് ഇങ്ങനെയായിരുന്നു കൊടുത്തിരുന്നത്: ബോൺസ്, സ്റ്റൊമക്ക്, ലങ്സ്, ബ്ലഡ് വെസൽസ്. Angiographers are performed for visualizing blood vessels. Next question, eighth one. Dash is a medical imaging technique. Dash is a medical imaging techniques. Dash is a medical imaging technique used to visualize the inside of blood vessels, and organ of the body. Dash is a medical imaging technique used to visualize the inside of blood vessels and organ of the body. ഏത് ഇമേജിംഗ് ടെക്നോളജിയാ? ഏത് ഇമേജിംഗ് ടെക്നിക് ആണ്? ആൻജിയോഗ്രാഫി. ആ ഡെഫിനിഷനിൽ ഉണ്ട് കേട്ടോ, ആൻജിയോഗ്രാഫി. Next one, 9th question. Dash is a medical procedure. Dash is a medical procedure done by cardiologist. 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 Dash is a medical procedure done by cardiologist used to evaluate, evaluate heart functions. ഏത് മെഡിക്കൽ പ്രൊസീജിയർ ആണ്? ഹൃദയത്തിന്റെ ഫങ്ഷൻസ് ഒക്കെ നോക്കാനായിട്ട് കാർഡിയാക് കാത്തറൈസേഷൻ. Cardiac catheterization. CARDIAC, cardiac catheterization, CATHETERIZATION. Next question. Dash is used for performing. Dash is used for performing radiation-based therapy. Dash is used for performing radiation-based therapy on cancer patients. ഏതാണ്?
ക്യാൻസർ പേഷ്യന്റിനൊക്കെ കൊടുക്കുന്ന തെറാപ്പി ഏതാ? റേഡിയേഷൻ ഓങ്കോളജി. റേഡിയേഷൻ ഓങ്കോളജി. റേഡിയേഷൻ ഓങ്കോളജി. നെക്സ്റ്റ് ഇനി വന്നത് ഓക്കെ. Which of the following is correct? Which of the following is correct? Related to. Which of the following is correct? ഇതിന് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് കറക്റ്റ്? ഏതുമായിട്ട് ബന്ധപ്പെട്ടാ നോക്കിയേ. related to physical facilities and space necessities of radiology department. Which of the following is correct related to physical facility and space necessities of radiology department? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഫിസിക്കൽ ഫെസിലിറ്റി നെസസിറ്റിനെ ഒക്കെ ബേസ് ചെയ്ത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്നാ ചോദിച്ചേക്കണേ. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് എന്നും ചോദിക്കാം. കറക്റ്റ് ഏതാണെന്നും കറക്റ്റ് അല്ലാത്തത് ഏതാണെന്നും ചോദിക്കാം. അപ്പൊ അതിനകത്ത് ആ 4 പോയിന്റ്സും നിങ്ങൾ നോക്കി വെക്കുക. ഇവിടെ ഇത് എഴുതണ്ട, ഞാൻ പറയാം. ഒന്നാമത്തെ ഓപ്ഷൻ കൊടുത്തേക്കണ ഐഡിയലി ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. The second one should be easily reachable to OPD patients, inpatient, emergency departments. Then it should not be put between other department. ഇത്രയും കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് ഡി ഓൾ ഓഫ് ദ എബോവ് എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ലൊക്കേഷനിൽ തന്നെ ഉള്ള പോയിന്റ്സ് ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ലൊക്കേഷനിലുള്ള പോയിന്റ്സ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പൊ അതിനകത്ത് എല്ലാം കറക്റ്റ് ആണ്. ആ ലൊക്കേഷന്, ഫിസിക്കൽ ഫെസിലിറ്റി, സ്പേസ് നെസസിറ്റി ഒക്കെ അതൊക്കെ വരുന്ന പോയിന്റ്സുകൾ എല്ലാരും നിങ്ങളൊന്ന് നോക്കി വെക്കാം. അല്ലെങ്കിൽ പിന്നെ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടെന്നാണെങ്കിൽ ചോദിക്കാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. അത് അതിനകത്ത് ആ ലൊക്കേഷനും ഫിസിക്കൽ ഫെസിലിറ്റി, സ്പേസ് നെസസിറ്റി, ഈ 3ൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് എന്നായിരിക്കും. റിലേറ്റഡ് ടു ലൊക്കേഷൻ, അല്ലെങ്കിൽ റിലേറ്റഡ് ടു ഫിസിക്കൽ ഫെസിലിറ്റി ആൻഡ് സ്പേസ് നെസസിറ്റി എന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് തരാം. അപ്പൊ അതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ളത് ഏതാന്ന് വെച്ചാൽ കറക്റ്റ് ആണ് ചോദിച്ചെങ്കിൽ കറക്റ്റ് എടുത്ത് എഴുതുക. അതിനകത്ത് തെറ്റായിട്ടുള്ളതാണെങ്കിൽ തെറ്റ് ഏതാണ്, വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഓപ്ഷൻസും ഉണ്ടാവാം. ഓക്കെ, അപ്പൊ ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കട്ടെ. അപ്പൊ അതിനകത്ത് ഓപ്ഷൻസ് ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്കത് എക്സാം ആവുമ്പോഴത്തേക്കും അതൊന്നുകൂടി റിവൈസ് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾ ഓപ്ഷൻ ഒന്നും കൊടുക്കണ്ട. അപ്പൊ ഈ 3 ഇതിൽ നിന്നും ചോദിക്കുന്നത് അങ്ങനെയായിരിക്കും കേട്ടോ. ചോദിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്, അതിനകത്ത് ഏതാണ് കറക്റ്റ്, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് എന്നും ചോദിക്കാം. അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ, ഇതിന്റെ കീഴിൽ വരുന്നത് ഏതൊക്കെയാണ്, ഫിസിക്കൽ ഫെസിലിറ്റി ആൻഡ് സ്പേസ് നെസസിറ്റിയുടെ കീഴിൽ വരുന്നത് ഏതൊക്കെയാണെന്നും ചോദിക്കാം. അപ്പൊ ആ പോയിന്റ്സുകൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. പിന്നെ അടുത്ത റേഡിയേഷൻ റിസ്കുകളാണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ എഴുതിക്കോ. Which of the following do not come under gastric, GASTRIC.
gastric in radiation risk. Gastric in radiation risk. Which of the following do not comes under gastric in radiation risk? അതിനകത്ത് ഓപ്ഷൻ കൊടുത്തേക്കുന്നത് നോസിയ, വോമിറ്റിംഗ്, ലോക്കലൈസ്ഡ് പെയിൻ, മാരോ ഡിപ്രഷൻ. ഓപ്ഷൻസ് നിങ്ങൾ വേണോ? ഓപ്ഷൻ എഴുതണോ? വിച്ച് ഓഫ് ദ ഫോളോയിങ്, ഈ ക്വസ്റ്റ്യന്റെ ഓപ്ഷൻസ് എഴുതണോ? വേണോ? വേണ്ട. ഓപ്ഷൻസ് ഏത് വന്നാലും നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യന്റെ ഒരു മോഡൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിനകത്ത് ഗ്യാസ്ട്രിക് വരുന്നത്, റേഡിയേഷൻ റിസ്കില് ഗ്യാസ്ട്രിക്കിൽ വരുന്നത് ഏതാണെന്നാ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഇവിടെ നോസിയ, വോമിറ്റിംഗ്, ലോക്കലൈസ്ഡ് പെയിൻ, മാരോ ഡിപ്രഷൻ. ഇതിനകത്ത് ഗ്യാസ്ട്രിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഏതായിരുന്നു? വരാത്തതല്ലേ മാരോ ഡിപ്രഷൻ? സോറി, മാരോ ഡിപ്രഷൻ വരാത്തതാണ്, ഡു നോട്ട് ആണ് കേട്ടോ. സോറി, ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻ എഴുതിയതിൽ മിസ്റ്റേക്ക് വന്നാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡു നോട്ട് കംസ് അണ്ടർ ആണ് കേട്ടോ. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡു നോട്ട് കംസ് അണ്ടർ ഗ്യാസ്ട്രിക് ഇൻ റേഡിയേഷൻ റിസ്ക്. അവിടെ ഓപ്ഷൻസ് നോസിയ, വോമിറ്റിംഗ്, ലോക്കലൈസ്ഡ് പെയിൻ, മാരോ ഡിപ്രഷൻ. അപ്പൊ അതിനകത്ത് മാരോ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ബ്ലഡിൽ വരുന്നതാണ് അല്ലെ, ബ്ലഡുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പൊ അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് വൺ, എക്സ്പാൻഡ്, EXPAND, expand, AERB, expand, AERB. എന്തായിരുന്നു എക്സ്പാൻഷൻ ഫോം AERBയുടെ? എക്സ്പാൻഡഡ് ഫോം എന്താ? Atomic energy regulatory board. Atomic energy regulatory board ആണ് AERBയുടെ എക്സ്പാൻഡഡ് ഫോം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിപ്പോ എത്രാമത്തെ ക്വസ്റ്റ്യൻ എഴുതുന്നത് നിങ്ങള്? 13ാമത്തെ. എക്സ്പാൻഡ് BARC. Expand BARC. BRCയുടെ എക്സ്പാൻഡഡ് ഫോം ബാഫ അറ്റോമിക് റിസർച്ച് സെന്റർ. BHA അറ്റോമിക് റിസർച്ച് സെന്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ ഇപ്പൊ ഞാൻ പറയുന്നത്. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡോസിമീറ്റർ is used to assess Dosimeter is used to assess the absorbed ABSORBED rate of dash. Dosimeter is used to assess the absorbed rate of dash. Option കൊടുത്തേക്കുന്ന light, heat, steam, radiation. Dosimeter നമ്മൾ പറഞ്ഞു, dosimeter is a device used to measure എന്ത് മെഷർ ചെയ്യാൻ? exposed to ionizing radiation over a given period of time. ഇതാണ് നമ്മൾ ഡോസിമീറ്റർ പറഞ്ഞു. അതിന്റെ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന റേഡിയേഷൻ എക്സ്പ്ലോഷൻ എത്രയുണ്ടെന്ന് അത് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷർമെന്റ് ആണ്, ഇൻസ്ട്രുമെന്റ് ആണ് ഡോസിമീറ്റർ എന്ന് പറയുന്നത്. റേഡിയേഷൻ ആൻസർ റേഡിയേഷൻ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വാട്ട് ഈസ് ദ adequate distance ADEQUATE adequate distance. What is the adequate distance between machine and control panel? Adequate distance between machine and control panel in a radiation room. What is the adequate distance between machine and control panel in a radiation room? Options 1 meter, 2 meter, 3 meter, 4 meter. എത്രയാണ് adequate distance പറയുന്നത്? 3 meter. എത്രയാണ്? 3 meter. 3 meter. 3 meter. Next, last question. എത്ര ക്വസ്റ്റ്യൻ ആയി? 15 ആയോ? എത്ര ക്വസ്റ്റ്യൻ എഴുതി? എത്രാമത്തെ ക്വസ്റ്റ്യൻ ഇനി എഴുതുന്നേ? ഇനി 16 ആണല്ലേ? ഓക്കെ, ഇതും കൂടി എഴുതിക്കോ. വാട്ട് ഈസ് ദ full form of IAEA? IAEA ഓരോ ചാപ്റ്ററും പഠിക്കുമ്പോൾ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാനുള്ളത് പഠിക്കണം കേട്ടോ. ഷോർട്ട് ആയിട്ട് തരുന്നതിന്റെ എക്സ്പാൻഷൻ ഫോം പഠിക്കണം. എക്സാംസിൽ ഷുവർ ആയിട്ടുള്ളത് ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ഒരു എക്സ്പാൻഡഡ് ഫോം ചോദിക്കും. ഷുവർ ഉള്ള കാര്യമാണ്. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് IAEA? ഫുൾ ഫോം എന്തായിരുന്നു? Atomic Energy Agency. International Atomic Energy Agency. Agency. പിന്നെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിൽ എഴുതിയേക്കുന്നത് ഇനി പിന്നെ ഞാൻ എഴുതിക്കണില്ല, അത് നിങ്ങൾ നോക്കുക കേട്ടോ. ചിലപ്പോൾ 2 ചിലപ്പോൾ ഇതിനകത്ത് തന്നിട്ടുണ്ടോ. പിന്നെ അതിനകത്ത് നമ്മൾ പല റേഡിയേഷൻ, ഓക്യുപേഷണൽ റേഡിയേഷനും അതൊക്കെ ആർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത് അത് പറഞ്ഞായിരുന്നു. അത് നോക്കണം കേട്ടോ. ഓക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, പ്രൊട്ടക്ഷൻ ഓഫ് വർക്കേഴ്സ്, മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യന്റ്, പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, which means the protection of individual members of the public and for the population in general. അത് നോക്കണം. പിന്നെ ഇതിനകത്ത് മെഷേഴ്സ് ടു ബി ടേക്കൺ ഫോർ പ്രൊട്ടക്ഷൻ പേഷ്യന്റ്, ഫോർ സ്റ്റാഫ്, പബ്ലിക്, അതും ചോദിക്കാം. എങ്ങനെ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സേഫ്റ്റി മെഷർ, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സേഫ്റ്റി മെഷർ ടു ബി ടേക്കൺ ഫോർ ദ പബ്ലിക് റിലേറ്റഡ് ടു റേഡിയേഷൻ. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ മോക്ക് ടെസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പൊ അത് എന്താ പറയാ, അത് നിങ്ങൾ നോക്കുക കേട്ടോ. അത് അതേ മോഡലായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം എങ്ങനെ ചോദിക്കാന്നുള്ളൊരു ഐഡിയ, ഒരു മോഡൽ കിട്ടാൻ വേണ്ടിയാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നത്. ഇനി നമുക്ക് എന്തായാലും റിവിഷൻ പറയുമ്പോൾ നമുക്ക് ഒന്നുകൂടി എല്ലാ ഭാഗത്തും ഒന്ന് നോക്കി ക്വസ്റ്റ്യൻസ് ഒന്നോടെ റിവൈസ് ചെയ്യാം. ഓക്കെ,
ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. ഡയറ്ററി സർവീസ് ആണ് ചാപ്റ്റർ 22. ഹെഡിങ് എഴുതിക്കോട്ടോ. ചാപ്റ്റർ 22 ഡയറ്ററി സർവീസ്. മിസ് ഇതിനകത്ത് 23 എന്നാണല്ലോ. ഏതിനകത്താ? ആ മൊഡ്യൂള് തന്നില്ലേ, ആ സെക്കൻഡ് മൊഡ്യൂളില്. അതില് 23 എന്നാണോ തന്നേക്കുന്നേ? ഇപ്പൊ നമ്മുടെ പ്രിന്റഡ് നോട്ടില് 22 ആണ്. എന്റെ കയ്യിലും 22 ആണ് കിടക്കുന്നത്. കേട്ടോ 22 തന്നെയാണ്, 23 ആണല്ലോ അതിനകത്ത് കിടക്കുന്നേ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്തോ, ചാപ്റ്റേഴ്സിന്റെ നമ്പർ നോക്കണ്ട കേട്ടോ, അതിന്റെ ഹെഡിങ് നോക്കുക. ഡയറ്ററി സർവീസ് നമുക്ക് പ്രിന്റഡ് നോട്ടില് നിങ്ങൾക്ക് തന്നേക്കുന്നത് 22 എന്നാണ്. 21 റേഡിയോളജി, 22 ഡയറ്ററി സർവീസ് എന്നാണ് ഈ നോട്ട്സിൽ തന്നേക്കുന്നത്. ബാക്കിയൊക്കെ കറക്റ്റ് ആയിരുന്നോ? ബാക്കിയൊക്കെ ബ്ലഡ് ബാങ്ക് 20 തന്നെയായിരുന്നോ ചാപ്റ്റർ? ബ്ലഡ് ബാങ്ക് 20 ആണ്. 20 ആയിരുന്നു അല്ലേ? പക്ഷെ നമ്മുടെ പ്രിന്റഡ് നോട്ടില് എത്രയായിരുന്നു? 18ഓ? നിങ്ങൾ എന്തായാലും ചാപ്റ്റേഴ്സിന്റെ ആ ഹെഡിങ്ങിന് നിങ്ങൾ എന്താ ചാപ്റ്റർ കൊടുക്കണേല് പേരിൽ നിങ്ങൾ പേര് നോക്കി പഠിക്കുക കേട്ടോ ചാപ്റ്റർ. ഇപ്പൊ നമുക്ക് പ്രിന്റഡ് നോട്ട് ഇവിടെ തന്നേക്കുന്നത് 22 എന്നാണ്. നമ്മൾ എന്തായാലും എക്സാംസിന് പറയുമ്പോൾ ചാപ്റ്ററിന്റെ പേരുകളാണല്ലോ പിന്നെ ഇതിനകത്ത് വരുന്നേ. അപ്പൊ ഇൻട്രൊഡക്ഷൻ പഠിച്ചു, ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽ പഠിച്ചു, ബ്ലഡ് ബാങ്ക് പറഞ്ഞു, പിന്നെ CSST പഠിച്ചു, റേഡിയോളജി പഠിച്ചു. ഇനി അടുത്ത് ഡയറ്ററി സർവീസ് ആണ്. പ്രിന്റഡ് നോട്ടില് 22 എന്നാണ് തന്നേക്കുന്നത് കേട്ടോ. ഇതാണ് ചാപ്റ്ററിന്റെ ആ നമ്പറിന് പ്രാധാന്യം കൊടുക്കണ്ട, ചാപ്റ്ററിന്റെ ഹെഡിങ് നോക്കുക നിങ്ങൾ. ഡയറ്ററി സർവീസ് ഹെഡിങ് എഴുതിയാ? എഴുതി. എന്താ ഡയറ്ററി എന്ന് പറയുന്നേ? ഡയറ്ററി DIETARY. എന്താ ഡയറ്ററി എന്ന് പറയുന്നേ? ഫുഡിന്റേതാണോ മിസ്? അതെ, ഫുഡിന്റെ വെച്ചാൽ ഭക്ഷണക്രമം എന്നാണ് ശരിക്കും ഡയറ്ററിയുടെ മലയാളം മീനിങ്. ഭക്ഷണക്രമം നമുക്കറിയാം. ഈ ഹോസ്പിറ്റൽസിലൊക്കെ, ചെറിയ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചല്ല വെച്ചാൽ നമ്മൾ വലിയ ഹോസ്പിറ്റൽസിലൊക്കെ, ചെറിയ ഹോസ്പിറ്റൽസിന് അതിനോട് ചേർന്ന ക്യാൻറ്റീൻ ഉണ്ടാവും അല്ലെ? ഹോസ്പിറ്റൽ ക്യാൻറ്റീൻസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ പുറമേ ഉള്ള ഭക്ഷണം നമ്മൾ കഴിക്കണേക്കായും അവിടെ റേറ്റ് കുറവായിരിക്കും അവിടെ. അപ്പൊ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള ഫുഡും സപ്ലൈ ഭക്ഷണമൊക്കെ അവരാണ് കൊടുക്കുന്നത്. ക്യാൻറ്റീനിലാണ് അല്ലെ? അവിടെ ഇൻപേഷ്യന്റ് ആയിട്ടുള്ളവർക്കൊക്കെ, ഇപ്പൊ ദൂരെയൊക്കെ വീടെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ സൗകര്യമൊന്നും ഇല്ലാത്തവരൊക്കെ ഭക്ഷണം കഴിക്കുന്നത് ക്യാൻറ്റീനിലായിരിക്കും. ചെറിയ ഹോസ്പിറ്റൽസിൽ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിനോട് ചേർന്ന് ക്യാൻറ്റീൻ ഉണ്ടാവും, പക്ഷെ കോമൺ ആയിട്ടുള്ള ഒരു ഫുഡാണ് അവിടെ കൊടുക്കുന്നത് അല്ലെ? എന്നാൽ ഡയറ്ററി സർവീസ് എന്ന് ഉദ്ദേശിക്കുന്നത് വലിയ ഹോസ്പിറ്റൽസിൽ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് കേട്ടിട്ടില്ലേ? ചെറിയൊരു എക്സാമ്പിൾ ഇതുപോലെ ഉണ്ട് ഹോസ്പിറ്റല്. എന്തായാലും ഫെമിലിയർ ആയിട്ടുള്ള അമൃത ഹോസ്പിറ്റൽ ഇല്ലേ? അറിയാം മിസ്സേ. അറിയില്ലേ? അപ്പൊ അവിടെയൊക്കെ ഹോസ്പിറ്റൽസിൽ എങ്ങനെയാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, അവിടെ ഹോസ്പിറ്റലിലെ ക്യാൻറ്റീൻ ഡയറ്ററി സർവീസിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ശരിക്കും ഹോസ്പിറ്റലിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണിത്, ഒരു സർവീസ് ആണ് അത്. വെച്ചാൽ അവിടെ കിടക്കുന്ന പേഷ്യൻസ് അപ്പൊ പല ഡിസീസസ് ഒക്കെ ആയിട്ട് വരുന്ന രോഗികളായിരിക്കും. അപ്പൊ അവർക്കടെ ആ ഡിസീസിനെ ഡിപ്പെൻഡ് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ, ഡോക്ടറിന്റെ ഒരു റെക്കമെൻഡേഷനോട് അതിന്റെ അനുസരിച്ച് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന, ഫുഡ് സർവ് ചെയ്യുന്ന സ്ഥലമാണ് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. ചെറിയ ഹോസ്പിറ്റൽസിലൊക്കെ എല്ലാവർക്കും ഒരു കോമൺ ഫുഡ് അല്ലേ കൊടുക്കുന്നേ? ആ ക്യാൻറ്റീനിൽ എന്താ ഉണ്ടാക്കണേന്ന് വെച്ചാൽ അതാണ് കൊടുക്കുന്നത്. എന്നാൽ വലിയ ഹോസ്പിറ്റൽസിനൊക്കെ വെച്ച് നോക്കുമ്പോൾ അവിടെ എന്ന് വെച്ചാൽ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച്, ഇപ്പൊ എന്താണ് അവിടെ ആ പേഷ്യന്റിന് എന്താണ് ഡിസീസ് എന്ന് ഐഡന്റിഫൈ ചെയ്ത് അത് മനസ്സിലാക്കി ആ
അസുഖത്തിനനുസരിച്ചുള്ള ഭക്ഷണം ഓരോ ഇൻഡിവിജ്വലിനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ആ ഡോക്ടറിന്റെ റെക്കമെൻഡേഷനോട് കൂടി അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ഷുഗർ ഒക്കെ ഉള്ള പേഷ്യൻസിനൊക്കെ നമ്മൾ മരുന്ന് അവിടെ കിടന്ന് മരുന്ന് മാത്രം കഴിച്ചാൽ മതിയോ? അതുകൂടി അതിന്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യണം, ഒരു ഫുഡും കൂടി കൺട്രോൾ ചെയ്യണം. നമ്മൾ മെഡിസിൻ കൊണ്ട് മാത്രം പറ്റില്ല. നമ്മുടെയൊക്കെ ഫുഡിന്റെ ഡയറ്റ് കൺട്രോൾ ചെയ്യണം. അപ്പൊ അവർക്ക് കഴിക്കാൻ മധുരമുള്ള ഫുഡുകളൊന്നും അവർക്ക് കഴിക്കാൻ പാടില്ല. അപ്പൊ അവർക്കടെ ആ അസുഖത്തിന് ബേസ് ചെയ്തിട്ട് തന്നെ ആ രോഗികൾക്ക് ഏതൊക്കെ ഭക്ഷണമാണ് കഴിക്കേണ്ടത്, അവർക്ക് ഇത് ആ ഡിസീസ് പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വസ്തുക്കള് എന്തൊക്കെയാണ് അവർക്കടെ മീൽസിൽ അല്ലെങ്കിൽ ഫുഡില് ഉൾപ്പെടുത്തേണ്ടത് എന്ന് ഡോക്ടറിന്റെ റെക്കമെൻഡേഷനോട് കൂടി തന്നെ റെക്കമെൻഡേഷൻ അനുസരിച്ച് തന്നെ ഓരോ ഇൻഡിവിജ്വലിനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ആണ് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. നോക്കിയേ, ഒരു സിമ്പിൾ ആയിട്ട് നമുക്ക് ഡയറ്ററി സർവീസ് എന്താന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ഡെഫിനേഷൻ എഴുതിക്കോ. ഡയറ്ററി സർവീസസ് Dietary service means providing food and drink. Providing food and drink to a patient according to an order. പേഷ്യന്റിന്റെ ആ ഓർഡർ അനുസരിച്ച് അവർക്ക് ഏതൊക്കെ ഭക്ഷണമാണ് വേണ്ടത് എന്നനുസരിച്ച് ആ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസ്, ഫുഡ് കൊടുക്കുന്ന സർവീസിനാണ് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. ഇതൊരു സിമ്പിൾ ആയിട്ട് ഒരു ഡെഫിനിഷൻ ആണ് കേട്ടോ. താഴെ ശരിക്കും ഡെഫിനിഷൻ താഴെ കൊടുത്തിട്ടുണ്ട് ഡയറ്ററി സർവീസ് എന്താണെന്നുള്ളത്. ഇത് സിമ്പിൾ ആയിട്ട് ഒരു ഒറ്റ സെന്റൻസിൽ ഡയറ്ററി സർവീസ് എന്താണെന്ന് എഴുതിയിരിക്കുന്നതാണ്. Dietary service means providing food and drink to a patient according to an order. ഓർഡർ അനുസരിച്ച് പേഷ്യന്റിന് ഫുഡും ഡ്രിങ്ക്സും പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് അതാണ് ഡയറ്ററി സർവീസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നോക്കിയേ, ഇൻട്രൊഡക്ഷൻ നോക്കിയേ. ഇൻട്രൊഡക്ഷൻ. Hospital dietary services is a service that meet the needs of patient coming from outside. അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. അവിടെ കമ്മിങ് ഫ്രം ഔട്ട്സൈഡ് എന്ന് കഴിഞ്ഞിട്ട് ഇൻപേഷ്യന്റ് എന്നുള്ളത് വേണ്ട. കമ്മിങ് ഫ്രം ഔട്ട്സൈഡ് റിഗാർഡിംഗ് ഡയറ്റ് സംബന്ധിച്ച് അവിടെ അതൊന്ന് അതിന്റെ മുകളിൽ നിങ്ങൾ എഴുതാം. റിഗാർഡിംഗ് ഡയറ്റ്, REGARDING, റിഗാർഡിംഗ് ഡയറ്റ്. ഇനി അടുത്തത് റെക്കമെൻഡേഷൻ തുടങ്ങി മതി. റിഗാർഡിംഗ് ഡയറ്റ് റെക്കമെൻഡേഷൻസ് ആൻഡ് ഫുഡ് കൗൺസിലിംഗ് based on their needs while taking their അവിടെ ഡിസീസ് എന്നുള്ളത് വേണ്ട, അവിടെ എല്ലാ ഡിസീസ് വന്നത്. while taking their kind and nature into എന്നുള്ളത് വെട്ടുക, ഓഫ് ഡിസീസ് എന്നാക്കുക. അവിടെ ഡിസീസ് വേണം. നേച്ചർ ഓഫ് ഡിസീസ്. ഒന്നോടെ ഞാൻ ആ സെന്റൻസ് വായിക്കാം, ഒന്ന് കറക്റ്റ് ചെയ്യാനുണ്ട് കേട്ടോ. Hospital dietary service is a service that meet the needs of patient coming from outside regarding diet recommendation and food counseling based on their needs while taking their kind and nature of disease. അത്ര മതി. കൺസിഡറേഷൻ ഉള്ളതും വേണ്ട. നേച്ചർ ഓഫ് ഡിസീസ്. ഇപ്പൊ എന്താ ഡയറ്ററി സർവീസ് എന്ന് പറഞ്ഞാൽ അവിടെ പേഷ്യന്റിന്റെ നീഡ്സ് എന്താണ്,
അല്ലെ? അവിടെ ഭക്ഷണം ആവശ്യമായിട്ട് വരുന്ന ആ പേഷ്യന്റിന്റെ നീഡ് എന്താണ്, അതെങ്ങനെയാണ് റിഗാർഡിങ് ഡയറ്റ് സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു റെക്കമെൻഡേഷൻ, ഒരു ശുപാർശ, റെക്കമെൻഡേഷൻ നടത്താണ്, ഇന്ന ഭക്ഷണം കഴിക്കണം എന്നുള്ള ഡോക്ടറിന്റെ ഒരു റെക്കമെൻഡേഷനോട് കൂടി, ശുപാർശയോട് കൂടി, ആൻഡ് ഫുഡ് കൗൺസിലിംഗ്, അല്ലെങ്കിൽ ഫുഡ് കൗൺസിലിംഗ്, ഈ ഡയറ്റീഷ്യൻസ് ഒക്കെ എന്താ ഫുഡ് കൗൺസിലിംഗ് ചെയ്ത് ഇന്ന ഭക്ഷണേ കഴിക്കാൻ പാടുള്ളൂ. ഇപ്പൊ നമ്മള് ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരോട് ഡയറ്റ് കൺട്രോൾ ചെയ്യാൻ പറയില്ലേ, അതനുസരിച്ചുള്ള ഭക്ഷണമായിരിക്കും കഴിക്കേണ്ടത്. അതിന് ഓരോ അളവുണ്ടാവും. ഇത്ര എണ്ണം ഇഡ്ഡലി ഒക്കെ ആണെങ്കിൽ 1 2 അതിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല. ആ എക്സസൈസ് അവിടെ ചെയ്യുമ്പോൾ, ജിമ്മിലൊക്കെ പോണ ആൾക്കാർക്കാണെങ്കിൽ അറിയാം, അവിടെ ഡയറ്റ് കൺട്രോൾ ചെയ്യാൻ പറയും. അപ്പൊ അങ്ങനെ കൗൺസിലിംഗ് അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ ഒക്കെ അനുസരിച്ചിട്ട് റിഗാർഡിങ് ഡയറ്റ്, അവിടെ ഡയറ്റ് സംബന്ധിച്ച് കൗൺസിലിംഗ്, ഫുഡ് കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ന്യൂട്രീഷൻ റെക്കമെൻഡേഷൻ, അവിടെ ഒരു റെക്കമെൻഡേഷനോട് കൂടി ഇന്ന ഭക്ഷണം കഴിക്കണം എന്നുള്ള ഒരു ശുപാർശയോട് കൂടി, അവർക്കുടെ നീഡ്സ് അനുസരിച്ച്, അതുപോലെ തന്നെ അവർക്കുടെ ഡിസീസ് എന്താണ്, ആ ഡിസീസ് എന്ത് തരത്തിലുള്ള ഡിസീസ് ആണ്, അതിന്റെ നേച്ചർ എന്താണ്, ആ രോഗം എന്ത് തരമാണ്, അതിന്റെ നേച്ചർ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ കൗൺസിലിങ്ങും അല്ലെങ്കിൽ റെക്കമെൻഡേഷനോടെയൊക്കെ ഫുഡ് അതനുസരിച്ച്, അവർക്കുടെ ആവശ്യങ്ങൾ അനുസരിച്ച് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു സർവീസ് ആണ് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഇത്രേ ഉള്ളൂ. അവിടെ നമ്മൾ ഡിസീസ് നോക്കും, ആ ഡിസീസിനനുസരിച്ചായിരിക്കും ഭക്ഷണം പറയുന്നത്, അവരോട് ഡയറ്റ് പറയുന്നത്. ഇപ്പൊ ഡയബറ്റീസ് പേഷ്യൻസിനൊക്കെ ആണെങ്കിലും അവർക്ക് മധുരമുള്ള ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ല. പല പല രോഗങ്ങളുള്ളവർക്ക് ചില ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് മരുന്നിന്റെ ഒപ്പം തന്നെ ആ ഭക്ഷണത്തിലും ശരിയായിട്ടുള്ള ഭക്ഷണക്രമവും ഇമ്പോർട്ടന്റ് ആണ് ആ രോഗം മാറാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടെയുള്ള ഡോക്ടറിന്റെ റെക്കമെൻഡേഷനോട് കൂടി അല്ലെങ്കിൽ കൗൺസിലിംഗ് അനുസരിച്ച് ആ പേഷ്യന്റിന്റെ ആവശ്യത്തിനനുസരിച്ച് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന ആ സർവീസ് ആണ് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ നിങ്ങൾക്ക് എന്താണ് അതിന്റെ ആശയം എന്നുള്ളത്? നമ്മൾ വെറുതെ ആര് ചെന്നാലും ഭക്ഷണം കൊടുക്കുകയല്ല, ആ ഡിസീസ് എന്താണെന്ന് നോക്കി, അതിന്റെ നേച്ചർ എന്താണ്, ഏത് തരത്തിലുള്ളതാണെന്ന് നോക്കും. അതുപോലെ തന്നെ ഒരു റെക്കമെൻഡേഷൻ ഉണ്ടാവും, അതനുസരിച്ച് അവർക്ക് ഒരു റെക്കമെൻഡേഷൻ, അവർക്ക് ഡോക്ടറിന്റെ ഒരു പ്രിസ്ക്രിപ്ഷൻ പോലെ ഉണ്ടാവും എന്താ കഴിക്കേണ്ടതെന്നുള്ളത്. അതനുസരിച്ച് ആ ഒരു പേഷ്യന്റിന്റെ നീഡ്സ് അനുസരിച്ച് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന ആ സർവീസുകളാണ് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അവിടെ ഇൻഡിവിജ്വലിനാണ്, ഓരോ ഇൻഡിവിജ്വലിനും ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമുക്ക് തന്നെ ഭക്ഷണം ആയിരിക്കണം എന്നല്ല നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന പേഷ്യന്റിന് കൊടുക്കേണ്ടത്. അപ്പൊ ഓരോ കാറ്റഗറിയിലുള്ളവർക്ക് ഓരോ ടൈപ്പ് ഫുഡ് ആയിരിക്കും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലാതെ എല്ലാവർക്കും അവിടെ ആ ക്യാൻറ്റീനിൽ അവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം എല്ലാവർക്കും ഒരുപോലെയല്ല. ഓരോ പേഷ്യന്റിന്റെയും ഡിസീസ് ഒക്കെ നോക്കിയിട്ട് അതനുസരിച്ച് കറക്റ്റ് റെക്കമെൻഡേഷൻ കൂടി ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലമാണ് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെ ഹോസ്പിറ്റൽ അമൃതയിലൊക്കെ കിടന്നിട്ടുള്ളവർക്ക് അറിയാം, അവിടെ ഭക്ഷണം അവര് കൊടുക്കുന്നത് ആ കറക്റ്റ് ടൈമിലും ആയിരിക്കും. അതുപോലെ തന്നെ ഡിസീസ് അനുസരിച്ചുള്ളത് ആ കറക്റ്റ് ഒരു ചെറിയൊരു ഇതുണ്ട്, ഒരു കപ്പ്, ഒരു ചെറിയൊരു അവർക്കൊരു അളവ് പാത്രം ഉണ്ട്, ആ അളവ് പാത്രത്തിൽ കറക്റ്റ് ഇതായിരിക്കും കൊടുക്കുന്നത്. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പരിധിവരെ ആ ഡിസീസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പൊ മെഡിസിനൊപ്പം തന്നെ ഭക്ഷണക്രമവും ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? നമ്മള് ചില മരുന്നുകളൊക്കെ കഴിക്കുമ്പോ ഇന്ന ഭക്ഷണം ഒഴിവാക്കാൻ പറയും അല്ലേ? ഇല്ലേ അങ്ങനെ പറയാറില്ലേ? അപ്പൊ അതിന്റെ നേരെ റിയാക്ഷൻ ആയിരിക്കും, ഓപ്പോസിറ്റ് റിയാക്ഷൻ ആയിരിക്കും വരുന്നത്. അപ്പൊ ചില മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ, പ്രത്യേകിച്ച് പച്ചമരുന്നുകളൊക്കെ കഴിക്കുകയാണെങ്കിലൊക്കെ അവര് പറയും ചില ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് മസ്റ്റ് ആയിട്ട് പറയും. അപ്പൊ നമ്മൾ ആ ഒരു നമുക്കത് കംപ്ലീറ്റ് ഹെൽത്ത് റിക്കവർ ചെയ്യണമെങ്കിൽ ആ മെഡിസിനൊപ്പം തന്നെ ആ ഡയറ്റും നമ്മൾ കൺട്രോൾ ചെയ്യണം. ഓക്കെ അല്ലേ? ഓക്കെ മിസ്. പാരഗ്രാഫ് നോക്കിയേ.
It is the most significant hospital supportive service assisting in the restoration of health through the diet created using science. അതെന്താ ഉദ്ദേശിക്കുന്നത് അവിടെ? അതായത് റിക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ നമുക്കത് വീണ്ടും റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വീണ്ടെടുക്കാനായിട്ട്, അവരുടെ ഹെൽത്ത് കെയർ വീണ്ടെടുക്കാൻ സഹായിക്കുന്നു. ഇറ്റ് ഈസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഹോസ്പിറ്റൽ സപ്പോർട്ടീവ് സർവീസ് ആണ്. അത് ശരിക്കും ഹോസ്പിറ്റലിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു സർവീസ് തന്നെയാണ്. എന്നുവെച്ചാൽ ഭക്ഷണം ഇമ്പോർട്ടന്റ് തന്നെയാണല്ലോ. ആ ഒരു പേഷ്യന്റിന് ആ ഡിസീസ് പൂർണ്ണമായിട്ട് മാറി അവരുടെ ഹെൽത്ത് വീണ്ടെടുക്കുന്നതിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഹോസ്പിറ്റലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സപ്പോർട്ടീവ് സർവീസ് ആണത്. ഹോസ്പിറ്റൽ സപ്പോർട്ടീവ് സർവീസ് അസിസ്റ്റിംഗ് ഇൻ ദ റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് വീണ്ടെടുക്കാൻ സഹായിക്കുന്നു. എന്താണ്? ഓഫ് ഹെൽത്ത്, ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുന്നു. ത്രൂ ഏതിൽ കൂടെ? ഡയറ്റിൽ കൂടെ ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുന്നു. എന്താ? യൂസിങ് സയൻസ് ഉപയോഗിച്ച് ഡയറ്റിൽ കൂടെ, പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റിൽ കൂടെ അവർക്ക് ഹെൽത്ത്, ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ഒരു സപ്പോർട്ടീവ് സർവീസ് ആണ് ഈ ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കിയേ, എഡ്യൂക്കേറ്റിംഗ് ദ പേഷ്യൻസ് ഹു ആർ റിസീവിംഗ് ട്രീറ്റ്മെന്റ് അറ്റ് ദ ഹോസ്പിറ്റൽ റിഗാർഡിംഗ് യൂസ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് വേരിയസ് ഫുഡ് ആൻഡ് ഹെൽത്തി ഡയറ്റ്. ഇവിടെ നോക്കിയേ, അതുകൂടാതെ എന്ത് ചെയ്യുന്നു? എഡ്യൂക്കേറ്റിംഗ് ദ പേഷ്യൻസ്, ആ പേഷ്യന്റിന് ഒരു അവർക്കൊരു എഡ്യൂക്കേഷൻ കൊടുക്കുന്നു, അതിനെക്കുറിച്ചൊരു അറിവ് പകർന്നു കൊടുക്കുന്നു. ഹു ആർ റിസീവിംഗ് ട്രീറ്റ്മെന്റ് ഇൻ ദ ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റലില് ട്രീറ്റ്മെന്റിൽ കിടക്കുന്ന ആ പേഷ്യൻസിന് ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുന്നു. എന്തിനുമായിട്ട് ബന്ധപ്പെട്ട? റിഗാർഡിംഗ് യൂസ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് വേരിയസ് ഫുഡ് ആൻഡ് ഹെൽത്തി ഡയറ്റ്സ്. റിഗാർഡിംഗ് യൂസ്, അതിന്റെ ഉപയോഗം, അതുപോലെ തന്നെ ബെനിഫിറ്റ്സ്, പല ഫുഡിന്റെയും യൂസ്, എങ്ങനെയൊക്കെയാണ് ആ ഫുഡ് കഴിക്കേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് എന്താണ്, ആ ഫുഡ് കഴിച്ചാൽ എന്തൊക്കെ ബെനിഫിറ്റ് ആണുള്ളത്, ഹെൽത്തിക്ക്, നല്ലൊരു ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഏതൊക്കെ ഫുഡാണ് കഴിക്കേണ്ടത്, അങ്ങനെ അവിടെയുള്ള ആ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന ആ പേഷ്യന്റിന് ഒരു എഡ്യൂക്കേഷനും പ്രൊവൈഡ് ചെയ്യാണ്. അവരെ എഡ്യൂക്കേറ്റിംഗ് ദ പേഷ്യന്റ് ഹു ആർ റിസീവിംഗ് treatment at the hospital regarding use and benefits of various food and healthy diet. നല്ല ഒരു ആരോഗ്യശീലത്തെ കുറിച്ച്, അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ആ ഒരു പേഷ്യന്റിന് അറിവ് പകർന്നു കൊടുക്കുന്നു. ഇവിടെ നോക്കിയേ, എന്താണ് ഹെൽത്തി ഡയറ്റ് എന്നുള്ളതെന്ന് ഉദ്ദേശിക്കുന്നത്? ഹെൽത്തി ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? contain adequate amount of all necessary nutrients required for a healthy growth and activity. എന്താ പറഞ്ഞ ഹെൽത്തി ഡയറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടെയ്ൻ ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ഓൾ നെസസറി ന്യൂട്രിയൻസ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള, നല്ല ഹെൽത്തി ഗ്രോത്തിനും ആക്ടിവിറ്റീസിനൊക്കെ ആവശ്യമായിട്ടുള്ള എല്ലാ എസെൻഷ്യൽ ന്യൂട്രിയൻസും ആ കറക്റ്റ് അളവിൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണം, അതാണ് ഹെൽത്തി ഡയറ്റ്, ബാലൻസ്ഡ് ഡയറ്റ് എന്നൊക്കെ പറയുന്നത്. സമീകൃത ആഹാരം, എല്ലാ ന്യൂട്രിയൻസും, ഓൾ നെസസറി ന്യൂട്രിയൻസ് എങ്ങനെ വേണം? ആഡിക്വേറ്റ് എമൗണ്ട്, കൃത്യ അളവിന് വേണം. ഓരോന്നും ആഡിക്വേറ്റ് എമൗണ്ടിൽ, അല്ലാതെ ഒരെണ്ണം കൂടുതൽ, ഒരു ന്യൂട്രിയന്റ് കൂടുതലായി ഒരു ന്യൂട്രിയന്റ് ഇല്ലാതെ ആവാൻ പാടില്ല. എസെൻഷ്യൽ ന്യൂട്രിയൻസ്, 7 എസെൻഷ്യൽ ന്യൂട്രിയൻസ് ആണ്. അത് ഏതാണെന്ന് ഞാൻ പറയാം. അപ്പൊ അങ്ങനെയുള്ള ഈ എല്ലാ ന്യൂട്രിയൻസും, ആഡിക്വേറ്റ് ആയിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും കറക്റ്റ് ആഡിക്വേറ്റ് എമൗണ്ടിൽ, കറക്റ്റ് അളവിലൊക്കെ നൽകുന്ന, അതിനാണ് നമ്മൾ ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത്. റിക്വയർഡ് ഫോർ, അതെന്തിനാണ്? ഹെൽത്തി ഗ്രോത്ത് ആൻഡ് ആക്ടിവിറ്റി, നല്ല ആരോഗ്യത്തിനും നല്ല ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടിയിട്ട് എല്ലാ ന്യൂട്രിയൻസിനും കറക്റ്റ് അളവിൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് ഹെൽത്തി ഡയറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ ന്യൂട്രീഷ്യസ് ഡയറ്റ് ഈസ് വൺ ദാറ്റ് പ്രൊമോട്ട് ഓർ മെയിൻറ്റെയിൻ ഗുഡ് ഹെൽത്ത്. ന്യൂട്രീഷ്യസ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് വൺ ദാറ്റ് പ്രൊമോട്ട്സ് ഓർ മെയിൻറ്റെയിൻ ഗുഡ് ഹെൽത്ത്. പ്രൊമോട്ട് ചെയ്യുക, ഓർ മെയിൻറ്റെയിൻ, ഒരു ഗുഡ് ഹെൽത്ത്, നല്ലൊരു ആരോഗ്യം പ്രദാനം ചെയ്യുന്നു, നല്ല ആരോഗ്യം അത് പ്രോത്സാഹിപ്പിക്കുന്നതോ അല്ലെങ്കിൽ നിലനിർത്തുന്നതോ ആയ ഒന്നാണ് ഏത്? ന്യൂട്രീഷ്യസ്
ഡയറ്റ് എന്ന് പറയുന്നത്. ന്യൂട്രീഷ്യസ് ഡയറ്റ് ഈസ് വൺ ദാറ്റ് പ്രൊമോട്ട് ഓർ മെയിൻറ്റെയിൻ ഗുഡ് ഹെൽത്ത്. ഒന്നിൽ പ്രൊമോട്ട് ചെയ്യുന്നതോ പ്രോത്സാഹിപ്പിക്കുന്നതോ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക നിലനിർത്തുന്നതോ ആയ ഒന്നാണ് ന്യൂട്രീഷ്യസ് ഡയറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയോ, എ ന്യൂട്രീഷ്യസ് ഡയറ്റ് ഈസ് വൺ ദാറ്റ് പ്രൊമോട്ട്സ് ഓർ മെയിൻറ്റെയിൻ ഗുഡ് ഹെൽത്ത്. ഇനി നോക്കിയാ അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഒബ്ജക്റ്റീവ്സ് to provide nutritious, delicious and healthy meals while retaining a high standard hygiene, production, delivery, sanitation to all the patients. To provide ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ഡയറ്ററി സർവീസിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? ടു പ്രൊവൈഡ് ന്യൂട്രീഷ്യസ്, പ്രൊവൈഡ് ചെയ്യാന്ന് വെച്ചാൽ എന്താ മീനിങ്? പ്രൊവൈഡ് ചെയ്യുക, PROVIDE, പ്രൊവൈഡ് ചെയ്യുക, നൽകുക. എന്താ നൽകേണ്ടത്? ന്യൂട്രീഷ്യസ്, ന്യൂട്രീഷ്യസ് ആയത്. ഡിലീഷ്യസ്, ഡിലീഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിലീഷ്യസ് ഫുഡാന്ന് പറയും. എന്താ ഡിലീഷ്യസ് മീനിങ്? നല്ല ഡിലീഷ്യസ് ഫുഡായിരുന്നു. നമ്മളൊരു പാർട്ടിക്ക് പോയി, ഒരു പാർട്ടിയെ കഴിഞ്ഞ് എങ്ങനെയുണ്ടായിരുന്നു ഫുഡൊക്കെ? ഓ നല്ല ഡിലീഷ്യസ് ആയിരുന്നു. എന്താ മീനിങ്? നല്ല രുചികരമായിട്ടുള്ളത്, നല്ല ന്യൂട്രിയൻസ് ഉള്ളതും നല്ല രുചികരമായിട്ടുള്ളതും ആൻഡ് ഹെൽത്തി മീൽസ്, ആരോഗ്യം പ്രദാനം ചെയ്യുന്നതുമായിട്ടുള്ള മീൽസ് അത് പ്രൊവൈഡ് ചെയ്യുക. വൈൽ റിറ്റൈനിങ് എ ഹൈ സ്റ്റാൻഡേർഡ് ഹൈജീൻ. പിന്നെ അതുകൂടാതെ എന്ത് വേണം അവിടെ? നല്ല ഹൈജീൻ പ്രൊവൈഡ് ചെയ്യണം അല്ലെ? നല്ലൊരു ഹൈജീൻ കൊടുക്കണം. അല്ലാതെ ഒരു വൃത്തിയില്ലാത്ത സാഹചര്യത്തിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? അവിടെ എന്ത് ചെയ്യണം? ടു കീപ് സ്റ്റാൻഡേർഡ് ഹൈജീൻ. അവിടെ ഹൈജീൻ കീപ്പ് ചെയ്യണം. നല്ല വൃത്തിയോട് കൂടിയിട്ട് അവിടെ ഉണ്ടാക്കുന്ന കിച്ചണും ഒക്കെ നല്ല ഹൈജീനിക് ആയിരിക്കണം. നല്ല വൃത്തിയോട് കൂടിയിട്ട് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളതും ഡിലീഷ്യസ് ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ളതും ഫുഡ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം, ഡയറ്ററി സർവീസിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പിന്നെയോ അതിന്റെ കൂടെ ഒരു പോയിന്റ് കൂടി വരുന്നുണ്ട്, പ്രൊഡക്ഷൻ, ഡെലിവറി, സാനിറ്റേഷൻ ടു ഓൾ ദ പേഷ്യന്റ്. എങ്ങനെയാ അവർക്ക് ഇത് ഡെലിവറി നടത്തുന്നത്? പ്രൊഡക്ഷൻ, ഡെലിവറി, സാനിറ്റേഷൻ ടു ഓൾ ദ പേഷ്യന്റ്. എല്ലാ പേഷ്യൻസിനും എങ്ങനെയാ അത് ഡെലിവറിയും എങ്ങനെയായിരിക്കണം? ശുചിത്വമായ രീതിയിലുള്ളത്. സാനിറ്റേഷൻ ശുചീകരണം അല്ലെ? നല്ല ശുചിത്വമായിട്ടുള്ള രീതിയിൽ ഈ ഭക്ഷണം പ്രൊവൈഡ് ചെയ്യുകയും പിന്നെ അതുപോലെ തന്നെ അത് ഡെലിവറി നടത്തുകയും ചെയ്യുക. അതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. Okay, to provide nutritious, delicious and healthy meals while retaining a high standard hygiene, production, delivery, sanitation to all the patients. Second, നോക്കിയേ, evaluation and diet planning. രണ്ടാമത്തെ എന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ചെയ്യണം, വിലയിരുത്തുക. ഇവാലുവേറ്റ് ചെയ്യുക, അതിനെ വിലയിരുത്തുക. അതുപോലെ തന്നെ ഡയറ്റ് പ്ലാനിങ് വേണം. ഇത് ഡയറ്റ് പ്ലാനിങ്, എങ്ങനെയൊക്കെ ഡയറ്റ് കൊടുക്കണം എന്നുള്ളൊരു ആസൂത്രണം, നല്ലൊരു ആസൂത്രണം ആവശ്യമാണ്. അപ്പൊ അതിനെ വിലയിരുത്തുകയും ആസൂത്രണം ചെയ്യുകയും ചെയ്യുക. ഇവാലുവേഷൻ ആൻഡ് ഡയറ്റ് പ്ലാനിങ്. തേർഡ് നോക്കിയേ, കാൽക്കുലേറ്റിംഗ് കലോറി നീഡ്സ് ആൻഡ് ന്യൂട്രീഷൻ കെയർ പ്ലാനിങ്. കാൽക്കുലേറ്റ് ചെയ്യണം, എത്രമാത്രം കലോറി ആവശ്യമുണ്ട്, അവർക്ക് എത്രമാത്രം കലോറി ഉള്ള ഭക്ഷണം വേണം. ആൻഡ് ന്യൂട്രീഷൻ കെയർ പ്ലാനിങ്, ന്യൂട്രീഷൻ കെയർ പോഷകാഹാര ആസൂത്രണവും ന്യൂട്രീഷൻ കെയറും കൊടുക്കുന്നു. ന്യൂട്രീഷൻ കെയർ പ്ലാനിങ്, കലോറി ആവശ്യകതകളും, കാൽക്കുലേറ്റിംഗ് കലോറീസ് നീഡ്സ്, ആവശ്യമുള്ള എത്രമാത്രം കലോറി ആവശ്യമാണ് എന്നുള്ളത്, കലോറി ആവശ്യകതകളും പിന്നെ അതുപോലെ തന്നെ പോഷകാഹാര ആസൂത്രണവും കണക്കാക്കുന്നു. നെക്സ്റ്റ് നോക്കിയേ, ഫോർത്ത് പോയിന്റ്, പേഴ്സണലൈസ്ഡ് ന്യൂട്രീഷൻ അസിസ്റ്റന്റ് ഫോർ പേഷ്യന്റ്. പേഴ്സണലൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ, ഒരു ഇൻഡിവിജ്വലിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇൻഡിവിജ്വൽ ന്യൂട്രീഷണൽ അസിസ്റ്റൻസ് ഫോർ പേഷ്യന്റ്, ഓരോ ഇൻഡിവിജ്വലിനും അവര് പ്രധാനം കൊടുക്കുന്നു.
മറ്റേ അല്ലാതെ ആണെങ്കിലോ നമുക്ക് ഓരോ ഫുഡ് ആയിരിക്കും എല്ലാവർക്കും. ഇവിടെ ഓരോ ഇൻഡിവിജ്വലിനെ നോക്കിയിട്ടാണ് അവിടെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇൻഡിവിജ്വലിന് പ്രധാനം കൊടുക്കുക എന്നുള്ളത് ഡയറ്ററി സർവീസിന്റെ മറ്റൊരു ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നതാണ്. പേഴ്സണലൈസ്ഡ് ന്യൂട്രീഷൻ അസിസ്റ്റൻസ് ഫോർ പേഷ്യന്റ്. അസിസ്റ്റൻസ് എന്ന് വെച്ചാൽ കെയർ, ന്യൂട്രീഷൻ, ഇൻഡിവിജ്വൽ ന്യൂട്രീഷൻ കെയർ പേഷ്യന്റിന് കൊടുക്കാം. പിന്നെ അടുത്തത് 5th പോയിന്റ്, OP ആൻഡ് IP ഡയറ്റ് കൗൺസിലിംഗ്. OP എന്ന് പറഞ്ഞ എന്താ? OP IP ഔട്ട് പേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് ഇൻപേഷ്യന്റ് ഡയറ്റ് കൗൺസിലിംഗ് നടത്തുക. അവിടെ ഇൻപേഷ്യന്റ് ആയിട്ടുള്ളവർക്കും ഹോസ്പിറ്റൽ OP വന്ന് മരുന്ന് മേടിച്ച് തിരിച്ചു പോകുന്നവര്, അതാണ് ഔട്ട് പേഷ്യന്റ്. അപ്പൊ അങ്ങനെയുള്ളവർക്കും ഒക്കെ ഡയറ്റ് കൗൺസിലിംഗ് കൊടുക്കുക. പിന്നെ ട്രെയിനിങ് ഫോർ ഐറ്റംസ് ഇൻ ഡയറ്ററ്റിക്സ്. അതായത് ഡയറ്ററ്റിക്സ് എന്ന് വെച്ചാൽ എന്താ? വാട്ട് ഈസ് ഡയറ്ററ്റിക്സ്? ഡയറ്ററ്റിക്സ് നമ്മള് ഡയറ്റിനെ കുറിച്ച്, ഭക്ഷണത്തെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ഡയറ്ററ്റിക്സ് എന്ന് പറയുന്നത്. ഡയറ്ററ്റിക്സ്, എ ബ്രാഞ്ച് ഓഫ് നോളജ്. ഡയറ്ററ്റിക്സ്, എ ബ്രാഞ്ച് ഓഫ് നോളജ് കൺസേൺഡ് വിത്ത് ദ ഡയറ്റ്. അതാണ് ഡയറ്ററ്റിക്സ് എന്ന് പറയുന്നത്. എ ബ്രാഞ്ച് ഓഫ് നോളജ് കൺസേൺഡ് വിത്ത് ദ ഡയറ്റ്. ബ്രാഞ്ച് ഓഫ് നോളജ് കൺസേൺഡ് വിത്ത് ദ ഡയറ്റ്. അടുത്ത നോക്കിയേ, ട്രെയിനിങ് ഫോർ ഐറ്റംസ് ഇൻ ഡയറ്ററ്റിക്സ്. അതായത് ഭക്ഷണക്രമത്തിലെ ഐറ്റംസ് നടത്തുന്നതിനുള്ള ഒരു പരിശീലനം. എന്തൊക്കെ ഐറ്റംസ് ആണ് വേണ്ടത്, അങ്ങനെയുള്ളതിൽ ട്രെയിനിങ് കൊടുക്കുക. ട്രെയിനിങ് ഫോർ ഐറ്റംസ് ഇൻ ഡയറ്ററ്റിക്സ്. ആ ഡയറ്ററ്റിക്സ് എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തെ കുറിച്ച് പഠിക്കുന്ന ശാഖയാണ്. അതിലെ ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള ട്രെയിനിങ് നടക്കുക, ഐറ്റത്തിനുള്ള പരിശീലനം നടത്തുക. ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ ഡയറ്ററി സർവീസിന്റെ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. ഒന്ന് വായിച്ചു നോക്കിയേ വേഗം. ഏതെങ്കിലും പോയിന്റ് ഒന്നോട് പറയണമെങ്കിൽ പറയാട്ടോ. വായിച്ചു കഴിഞ്ഞു. ഇനി ഏതെങ്കിലും പോയിന്റ് ഇതിനകത്ത് മനസ്സിലാവാത്ത ഉണ്ടോ? ഇല്ല. അത് ജസ്റ്റ് വായിച്ചാൽ മനസ്സിലാവാം. അപ്പൊ ഓരോ ഒബ്ജക്റ്റീവ് എന്താണ്, ഡയറ്ററി സർവീസിന്റെ ഒബ്ജക്റ്റീവ്സ്, അവർക്കുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ആ പോയിന്റ്സ് പറഞ്ഞേക്കണേ. ഒന്നാമത്തെ, ന്യൂട്രീഷ്യസ് ഡിലീഷ്യസ് ഹെൽത്തി മീൽസ് നല്ല ഹൈജീനിക് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഡെലിവറിയും നല്ല സാനിറ്റേഷൻ, അതായത് നല്ല ശുചീകരണത്തോടുകൂടി നല്ല വൃത്തിയായിട്ടുള്ള ഡെലിവറി നടത്തുക. പിന്നെ അടുത്ത രണ്ടാമത്തെ പറഞ്ഞത് ഇവാലുവേറ്റിംഗ് ആൻഡ് ഡയറ്റ് പ്ലാനിങ്. ഇവാലുവേറ്റ് ചെയ്യുക, അതിനെ വിലയിരുത്തുക, അതുപോലെ തന്നെ ഡയറ്റ് പ്ലാനിങ് ആസൂത്രണം ചെയ്യുക. കാൽക്കുലേറ്റിംഗ് കലോറി നീഡ്സ് ആൻഡ് ന്യൂട്രീഷണൽ കെയർ പ്ലാനിങ്. കലോറി നീഡ്സ്, കലോറി ആവശ്യകതകളും ന്യൂട്രീഷണൽ കെയർ പ്ലാനിങ്ങും നടത്തുക. പോഷകാഹാര ആസൂത്രണവും കണക്കാക്കുന്നു. പിന്നെ അടുത്ത ഇൻഡിവിജ്വൽ ന്യൂട്രീഷണൽ കെയർ ഫോർ പേഷ്യൻസ്. ഇൻഡിവിജ്വലിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, ഓരോ ഇൻഡിവിജ്വലിന്റെ കെയർ കൊടുക്കുന്നു. പിന്നെ അടുത്താണ് OP ആൻഡ് IP ഡയറ്റ് കൗൺസിലിംഗ്. OP പേഷ്യൻസിനും IP പേഷ്യൻസിനും, ഇൻപേഷ്യന്റ് ഔട്ട് പേഷ്യൻസ്, അവർക്ക് ഡയറ്റ് കൗൺസിലിംഗ് നൽകുക. പിന്നെ അടുത്താണ് ട്രെയിനിങ് ഫോർ ഐറ്റംസ് ഇൻ ഡയറ്ററ്റിക്സ്. ഡയറ്ററ്റിക്സിൽ ഐറ്റംസിനുള്ള ട്രെയിനിങ് നൽകുക, ഭക്ഷണക്രമത്തിലെ ഐറ്റത്തിനുള്ള ട്രെയിനിങ്, അത് പരിശീലനം. ഇതൊക്കെയാണ് ഒബ്ജക്റ്റീവായിട്ട് വരുന്നത്. ഇനി അടുത്ത് നോക്കാം, ഡയറ്റീഷ്യൻ. ആരാണ് ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞേ? നോക്കിയേ, ഡയറ്റീഷ്യൻ ആർ ഹെൽത്ത് പ്രൊഫഷണൽ.
ഹെൽത്ത് പ്രൊഫഷണൽ ആണ് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. ഡയറ്റീഷ്യൻ ആർ ഹെൽത്ത് പ്രൊഫഷണൽ. ഹെൽത്ത് പ്രൊഫഷണൽ ഐഡിയലി സ്കിൽഡ് ഇൻ, അദ്ദേഹത്തിന് എന്തിനുള്ള സ്കില്ലുണ്ട്? ഇൻ ഇംപ്ലിമെന്റിംഗ് ആൻഡ് ഓൾട്ടറിംഗ് ഗുഡ് റുട്ടീൻസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ പോപ്പുലേഷൻ. അപ്പൊ ആരെ ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞ? ഡയറ്റീഷ്യൻ ആ ഹെൽത്ത് പ്രൊഫഷണൽ ആണ്. ഹെൽത്ത് പ്രൊഫഷണൽ ആണ് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഇംപ്ലിമെന്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഇംപ്ലിമെന്റ് ചെയ്യാ എന്താ? ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറഞ്ഞാ നടപ്പിലാക്കുക. ആൻഡ് ഓൾട്ടറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിലെന്തെങ്കിലും ചേഞ്ച് എന്നാണ് മീനിങ്. ഓൾട്ടറിങ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് വരുത്തുക. ഗുഡ് റുട്ടീൻസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ പോപ്പുലേഷൻ, ഒരു ഇൻഡിവിജ്വലിലെയോ അല്ലെങ്കിൽ ഒരു പോപ്പുലേഷന്റെയോ ആ റുട്ടീൻസില്, ഡെയിലി റുട്ടീൻസില് നടപ്പിലാക്കാനും അതിൽ എന്തെങ്കിലും ഇനി ചേഞ്ച് വേണമെങ്കിൽ അതിൽ മാറ്റം വരുത്താനും വൈവിധ്യമുള്ള ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ആണ് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ചില ആളുകൾക്ക് ചില ഭക്ഷണം അവർക്ക് അത് പോരായിരിക്കും, എക്സ്ട്രാ കുറച്ച് ന്യൂട്രിയൻസും കൂടി ആവശ്യമായിട്ട് വരും. അപ്പൊ അവരെ നോക്കിയിട്ട് ഇന്ന ഭക്ഷണം നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണമെന്ന് അവരത് നമ്മുടെ ഓൾറെഡി നമ്മൾ ചെയ്യുന്ന ഭക്ഷണക്രമത്തിൽ ഒരു മാറ്റം വരുത്തും. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഓവറായിട്ട് ആ വൈറ്റമിനോ അല്ലെങ്കിൽ ന്യൂട്രിയൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അവരോട് പറയും അത് അവർക്ക് അത്രയും ആവശ്യം ഉണ്ടാവില്ല, അത് ഓവറായിരിക്കും. അപ്പൊ അതിനൊരു മാറ്റം വരുത്തുക. അപ്പൊ അത് ഒഴിവാക്കി അല്ലെങ്കിൽ അതിന്റെ അളവ് കുറച്ചുകൊണ്ട് ആ ഡയറ്റ് കൺട്രോൾ ചെയ്യുക. അപ്പൊ അങ്ങനെ എന്തായാലും അങ്ങനെ അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാനും ചേഞ്ച് വരുത്താനും നമ്മുടെ റുട്ടീനില് ഒരു നല്ലൊരു റുട്ടീനിന് വേണ്ടിയിട്ട് ഭക്ഷണക്രമത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനും അല്ലെങ്കിൽ അതിന് ചേഞ്ച് വരുത്താനും സ്കില്ലായിട്ടുള്ള ആളാണ് ഒരു ഇൻഡിവിജ്വലിന്റെയോ അല്ലെങ്കിൽ പോപ്പുലേഷന്റെയോ. ഇങ്ങനെ ഭക്ഷണക്രമത്തില് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിലോ അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും അതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലൊക്കെ വൈവിധ്യമുള്ള ഒരു പ്രൊഫഷണൽ ആണ് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഡയറ്റീഷ്യന്റെ റെക്കമെൻഡേഷൻ അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ ഒരു ഇതനുസരിച്ച് റെമഡി അനുസരിച്ച് അദ്ദേഹം പറയും എന്തൊക്കെയാണ് നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ ഭക്ഷണം നമ്മുടെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കണം, അവോയ്ഡ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ട് തന്നെ നമുക്ക് ഭക്ഷണം ഡയറ്റ് കൺട്രോൾ ചെയ്യാം. അപ്പൊ നമുക്ക് നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെൽത്തി ലൈഫ് കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെ അതിലെന്തെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യാനോ ചേഞ്ച് വരുത്താനോ ഉള്ള ഒരു വൈവിധ്യമുള്ള ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ആണ് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. എ ഡയറ്റീഷ്യൻ ഈസ് the one who manage the preparation of therapeutic or other diet for individual or groups in groups. അവിടെ നോക്കിയേ, അത്രയും നമുക്ക് പറയാം. ഗ്രൂപ്പ്സ് ഇൻ ഹോസ്പിറ്റൽസ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ അതർ എസ്റ്റാബ്ലിഷ്മെന്റ്. ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഒന്നുമില്ല, ഒറ്റ വലിയ സെന്റൻസ് ആയിട്ടാണ്. അത് നമുക്ക് കട്ട് ചെയ്ത് അതിന്റെ മീനിങ് പറയാം. ഓക്കെ, എ ഡയറ്റീഷ്യൻ ഈസ് the one who manage the preparation of therapeutic എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ചികിത്സാപരമായിട്ട് എ ഡയറ്റീഷ്യൻ ഈസ് വൺ ഹു മാനേജ്, അദ്ദേഹത്തിന് എന്ത് ചെയ്യാ? മാനേജ് ദ പ്രിപ്പറേഷൻ ഓഫ് തെറാപ്റ്റിക് ഓർ അതർ ഡയറ്റ്സ്. അതിനെ മാനേജ് ചെയ്യുക ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്കോ അതിനൊരു ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്കോ ഒക്കെ ഈ ഒരു അതിന്റെ ചികിത്സാ സംബന്ധമായിട്ടുള്ള ഡയറ്റ് ഒക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യുക, അതിനെ മാനേജ് ചെയ്യുക ഒക്കെ ചെയ്യുന്ന ഒരാളായിരിക്കും ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞത്. ഡയറ്റീഷ്യൻ ഈസ് വൺ ഹു മാനേജ് ദ പ്രിപ്പറേഷൻ ഓഫ് തെറാപ്റ്റിക് ഓർ അതർ ഡയറ്റ്. ചികിത്സാപരമായിട്ടോ അല്ലെങ്കിൽ അതർ ഡയറ്റോ ഒക്കെ മാനേജ് ചെയ്യുക, അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക ഫോർ ഒരു ഇൻഡിവിജ്വലിനോ ഒരു ഗ്രൂപ്പിനോ ഒക്കെ വേണ്ടിയിട്ട് അതിനെ ഒരു മാനേജ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് വൈവിധ്യമുള്ള ഒരാളാണ് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്.
പിന്നെ അടുത്തത് അത് പറഞ്ഞേക്കുന്നത് ഇൻ ഹോസ്പിറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് അതർ എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് ഫോർ വർക്കേഴ്സ് ഇൻ പർട്ടിക്കുലർ സെക്ടർ, ഒരു പ്രത്യേക സ്ഥലത്ത് ജോലി ചെയ്യുന്നവര്. ഇൻസ്ട്രക്ട് ഇൻ സെലക്ഷൻ ആൻഡ് പ്രോപ്പർ പ്രിപ്പറേഷൻ ഓഫ് ഫുഡ് ആസ് പെർ ഡയറ്ററ്റിക് പ്രിൻസിപ്പിൾ. ഒരു ഡയറ്ററ്റിക് പ്രിൻസിപ്പിൾ അനുസരിച്ച് ഒരു നല്ലൊരു ഭക്ഷണ തത്വം അങ്ങനെ പറയുന്നത് ഡയറ്ററ്റിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നനുസരിച്ച് ഭക്ഷണ തത്വങ്ങൾ ഡയറ്ററ്റിക് പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് ഭക്ഷണ തത്വങ്ങൾ അനുസരിച്ച് ആ ഭക്ഷണം എന്താണ് തെരഞ്ഞെടുക്കാനും അതുപോലെ തന്നെ തയ്യാറാക്കാനും അദ്ദേഹം നിർദ്ദേശിക്കുന്നു. ഡയറ്ററ്റിക് പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണ് അത് നോക്കിയിട്ടാണ്. നോക്കിയേ, പ്രിപ്പറേഷൻ ഓഫ് ഫുഡ് ആസ് പെർ ഡയറ്ററ്റിക് പ്രിൻസിപ്പിൾ. അപ്പൊ അവിടെ നോക്കിയേ, ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനോ അല്ലെങ്കിൽ സെക്ടേഴ്സ് ഇൻ സെലക്ഷൻ ആൻഡ് പ്രോപ്പർ പ്രിപ്പറേഷൻ, അവർ സെലക്ട് ചെയ്യാനും അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ട് അതിനെ പ്രിപ്പയർ ചെയ്യാനും ഒരു വൈവിധ്യം തെരഞ്ഞെടുക്കുന്നതിനും തയ്യാറാക്കാനും അദ്ദേഹം നിർദ്ദേശിക്കുന്നു. എന്തനുസരിച്ചാണ്? അവിടെ ഡയറ്ററ്റിക് പ്രിൻസിപ്പിൾ അനുസരിച്ചാണ്. ഡിസ്ചാർജ് ഡ്യൂട്ടീസ് കണക്റ്റഡ് വിത്ത് ന്യൂട്രീഷ്യസ് പ്രോഗ്രാം ആൻഡ് മേ ബി ലീബൽ ഫോർ, പിന്നെ അതുകൂടാതെ അദ്ദേഹത്തിന് ഒരു ഇതും കൂടി ഉണ്ട്, ലീബൽ ഫോർ ഫുഡ് പർച്ചേസിംഗ് ഓൺ ബിഹാഫ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഓർ എസ്റ്റാബ്ലിഷ്മെന്റ്. ഒരു ഓർഗനൈസേഷന്റെയോ അല്ലെങ്കിൽ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഒരു സ്ഥാപനത്തിന്റെയോ പേരില് ഫുഡ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു പർച്ചേസ് ചെയ്യാനോട് സ്വാതന്ത്ര്യമുള്ള ഒരു ആളും കൂടിയാണ് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നിങ്ങൾ ഓരോന്ന് പോയിന്റ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റത്തെ എന്താണ് ഡയറ്റീഷ്യന്റെ ഇതെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സെന്റൻസ് ഷോർട്ടാക്കി അത് നോക്കിയാൽ മതി കേട്ടോ. Dietitian health professional ideally skilled in implementing and altering good routine of an individual or population. ഇത്ര മതി ഡയറ്റീഷ്യൻ എന്നുള്ളത്. ലാസ്റ്റ് പറഞ്ഞത് നമ്മൾ ഒരു ഓർഗനൈസേഷന്റെയോ അല്ലെങ്കിൽ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഒരു സ്ഥാപനത്തിന്റെയോ പേരില് ഭക്ഷണം അത് വാങ്ങുന്നതിന് ബാധ്യതയുള്ള ഒരാളായിരിക്കും ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. ലീബിൾ എന്ന് വെച്ചാൽ ബാധ്യത, LIABLE. അപ്പൊ ഡയറ്ററ്റിക് പ്രിൻസിപ്പിൾ അനുസരിച്ച് സെലക്ട് ചെയ്യാനും പ്രോപ്പർ അത് എങ്ങനെ വേണമെന്നുള്ളത് പ്രിപ്പയർ ചെയ്യാനും ഒക്കെ നിർദ്ദേശിക്കുന്ന ഒരു ആളും കൂടി ആയിരിക്കും ഡയറ്റീഷ്യൻ. ഇനി അടുത്തത്, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡയറ്ററി മാനേജ്മെന്റ്? എന്തൊക്കെയാണ് ഡയറ്ററി മാനേജിന്റെ ഇമ്പോർട്ടൻസ്? നോക്കിയേ, എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ സസ്റ്റെയിനിങ് എ ബാലൻസ്ഡ് ഡയറ്റ്. ഒരു നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈല് നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് കൂടിയാണ് അത് നിലനിന്ന് പോകുന്നത്? ഒരു ബാലൻസ്ഡ് ഡയറ്റ്, ഒരു സമീകൃത ഡയറ്റ്, സമീകൃത ആഹാരം, ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞ ഒരു നല്ലൊരു പ്രോപ്പർ ആയിട്ടുള്ള ബാലൻസ്ഡ് ഡയറ്റിൽ കൂടിയാണ് നമുക്ക് ഹെൽത്തി ലൈഫ് നമുക്ക് കിട്ടുള്ളൂ അല്ലെ. ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യണം അല്ലെ. സമീകൃത ആഹാരം, സമീകൃത ഭക്ഷണം നമ്മൾ കഴിക്കണം. ആൻഡ് കീപ്പിംഗ് ഇൻ ടു കൺസിഡറേഷൻ ടു മീറ്റ് ഓൾ ദ എസെൻഷ്യൽ ന്യൂട്രിയന്റ് നീഡഡ് ബൈ ദ ബോഡി. അതുകൂടാതെ എന്താ, നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ എസെൻഷ്യൽ ന്യൂട്രിയൻസ് ആണ് വേണ്ടത് അതിനെ കൂടി നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. ഞാൻ പറഞ്ഞു നമുക്ക് എത്ര എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഉള്ളത്? there are 7 essential nutrients. ഏതൊക്കെയാണെന്ന് ഇപ്പൊ ഞാൻ ഇത് കഴിയുമ്പോൾ നോട്ട് തരാം. അപ്പൊ അങ്ങനെ നമുക്കൊരു പ്രോപ്പർ മീൽ പ്ലാൻ, അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഒരു മീൽ പ്ലാൻ നമുക്ക് എന്ത് ചെയ്യുന്നു? ഹെൽപ്സ് ടു അച്ചീവ് ഐഡിയൽ ബോഡി വെയ്റ്റ് ആൻഡ് ലോവർ ദ റിസ്ക് ഓഫ് ക്രോണിക് ഡിസീസ് ലൈക്ക് ഡയബറ്റീസ്, കാർഡിയോവാസ്കുലർ ആൻഡ് അതർ ടൈപ്പ് ഓഫ് ക്യാൻസർ. അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു മീൽ പ്ലാൻ നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? നമ്മുടെ ബോഡി വെയിറ്റ് ഒക്കെ ഒരു മിനിമം ആക്കാനായിട്ട്, അത് ഹെൽപ്പ് ടു അച്ചീവ് ഐഡിയൽ ബോഡി വെയിറ്റ് നിലനിർത്താനായിട്ട്. അധികം നമുക്കറിയാം ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് വേണം അല്ലെ. ചില ആളുകളൊക്കെ ഒരുപാട് ഫാറ്റ് ആയിട്ട് തടിച്ചിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ചിലർ വളരെ മെലിഞ്ഞിരിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു പ്രോപ്പർ ഡയറ്റ് മീൽ പ്ലാൻ എന്തിനു സഹായിക്കുന്നു? ആ ബോഡി വെയിറ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ
പോകാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ ആൻഡ് ലോവർ ദ റിസ്ക് ഓഫ് ക്രോണിക് ഡിസീസ് ലൈക്ക് ഡയബറ്റീസ്, അത് കൂടാതെ വിട്ടുമാറാത്ത രോഗങ്ങൾ, ഡയബറ്റീസ്, പ്രമേഹം പോലുള്ളത്, കാർഡിയോ വാസ്കുലർ ആൻഡ് അതർ ടൈപ്പ് ഓഫ് ക്യാൻസർ, ഇങ്ങനെയുള്ള റിസ്കുകളിൽ നിന്നൊക്കെ നമ്മൾക്ക് ഒഴിവാവാനും പ്രോപ്പർ ഡയറ്റിലൂടെ സാധിക്കും. അപ്പൊ ഇത്രയുള്ളൂ. ഒരു നല്ലൊരു ലൈഫ് സ്റ്റൈല് നമുക്ക് ലഭിക്കണമെങ്കിൽ ഒരു നല്ലൊരു ബാലൻസ്ഡ് ഡയറ്റ് വേണം. നല്ലൊരു സമീകൃത ആഹാരം അടങ്ങിയ ഭക്ഷണം, അല്ലെങ്കിൽ ആ ഭക്ഷണം എങ്ങനെയായിരിക്കണം, എല്ലാ ന്യൂട്രിയൻസും എസെൻഷ്യൽ ആയിട്ടുള്ള ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗുഡ് ഡയറ്റ് ആയിരിക്കണം നമ്മൾ കഴിക്കേണ്ടത്. അപ്പൊ അങ്ങനെ നമ്മുടെ ബോഡിയിൽ വേണ്ട എസെൻഷ്യൽ ന്യൂട്രിയൻസ് 7 എസെൻഷ്യൽ ന്യൂട്രിയൻസ് ആണുള്ളത്. അങ്ങനെ നമ്മളൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു മീൽ പ്ലാൻ കഴിക്കുന്നതോടുകൂടി നമ്മുടെ ബോഡി വെയിറ്റ് ഐഡിയൽ ആകാൻ, അതായത് ഒരു എന്താ പറയുക, ഒരു സന്തുലിതാവസ്ഥയിൽ നിലനിർത്താൻ, ഒത്തിരി വണ്ണമൊക്കെ വെക്കാതെ ഒരു മിനിമം ആക്കാനായിട്ട് സഹായിക്കും. അതുകൂടാതെ ക്രോണിക് ഡിസീസ് ലൈക്ക് ഡയബറ്റീസ്, കാർഡിയോ വാസ്കുലർ, മറ്റുള്ള ടൈപ്പ് ഓഫ് ക്യാൻസർ, ഇതിൽ നിന്നുള്ള റിസ്കുകൾ നമുക്ക് ഒഴിവാക്കാനും പറ്റുന്നു. വെയിറ്റ് ഒക്കെ കൂടി, അല്ലെങ്കിൽ നമ്മൾ വെറുതെ വലിച്ചു വാരിയൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭയങ്കര ബോഡി വെയിറ്റ് ഒക്കെ കൂടും. പിന്നെ അതുപോലെ തന്നെ മധുരമുള്ള ഭക്ഷണങ്ങളൊക്കെ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഡയബറ്റീസ് ആവും. അപ്പൊ അങ്ങനെയുള്ള രോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മുക്തി നേടാനും ബാലൻസ്ഡ് ഡയറ്റ് നമ്മളെ സഹായിക്കുന്നു. അതാണ് നമ്മുടെ ആ ഇമ്പോർട്ടൻസ് വരുന്നത്. മനസ്സിലായ പാരഗ്രാഫ്? ഭക്ഷണം നമ്മൾ നിയന്ത്രിക്കേണ്ട പ്രാധാന്യം എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡയറ്ററി മാനേജ്മെന്റ്, ഭക്ഷണക്രമത്തില് ഭക്ഷണ നിയന്ത്രണത്തിന്റെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് എന്താണെന്നാ പറയുന്നത്. ഒരു നല്ലൊരു ലൈഫ് സ്റ്റൈല് നമുക്ക് നേടിയെടുക്കണമെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് വേണം, അല്ലെ? അപ്പൊ അതിന് എന്താണ് എസെൻഷ്യൽ ന്യൂട്രിയൻസ്, നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ ന്യൂട്രിയൻസ് അടങ്ങിയ ഭക്ഷണം നമ്മളത് നിലനിർത്തണം. അതൊരു നല്ലൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മീൽ പ്ലാനിലൂടെയാണ് നമ്മൾ അത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ അത് കഴിക്കുന്നതോടുകൂടി നമ്മുടെ ബോഡിയുടെ വെയിറ്റ് നമുക്കൊരു നിശ്ചിത പരിധിയിൽ നിലനിർത്താനും ഇങ്ങനെയുള്ള റിസ്കുകൾ, ഡിസീസ്, ഡയബറ്റീസ്, കാർഡിയോ വാസ്കുലാർ, മറ്റുള്ള ടൈപ്പ് ഓഫ് ക്യാൻസർ എന്നീ റിസ്കുകളിൽ നിന്നൊക്കെ നമ്മൾ ഒഴിവാക്കാനും നമ്മൾ അതിൽ നിന്നൊക്കെ എന്താ പറയാ കുറയ്ക്കാനും, ലോവർ ദ റിസ്ക് ഓഫ്, ആ റിസ്ക് കുറയ്ക്കാനും സഹായിക്കുന്നു. മനസ്സിലായ എന്താണ് ഡയറ്ററി മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത്? മനസ്സിലായോ? മനസ്സിലായി മിസ്. ഇതൊക്കെ ഒന്ന് വെറുതെ ഒന്ന് കാര്യമുള്ളൂ. ഞാൻ ബാലൻസ്ഡ് ഡയറ്റ് എന്താണ്, ആ 7 എസെൻഷ്യൽ ന്യൂട്രിയൻസ് എന്താണെന്നുള്ളത് ഒന്ന് എഴുതി വെച്ചാൽ മതി. ബാലൻസ്ഡ് ഡയറ്റ്. Balanced diet. Balanced diet. Balanced diet. Balanced diet is a diet. DIET. Balanced diet is a diet which contains CONTAINS, which contains various group of foodstuffs, STUFFS, various group of foodstuffs such as carbohydrates, proteins, and lipid foods, in the correct proportion. Food in the correct proportion. Correct proportion ആയിരിക്കണം. Correct proportion. PROPORTION. Correct proportion and quantity. Proportionലും correct അളവിലും ക്വാണ്ടിറ്റിയിലായിരിക്കണം. And quantity.
to meet the energy of the body, and to maintain good health. Balanced diet is a diet which contains various group of foodstuff such as carbohydrate, protein, and lipid foods in the correct proportion and quantity to meet the energy of body and to maintain good health. Next sentence. There are seven essential essential factors. There are 7 essential factors for a balanced diet. There are 7 essential factors for a balanced diet. The components of balanced diet are the components COMPONENTS. Components of balanced diet are ഏതൊക്കെയാണ് components എന്നാണ് നമ്മൾ എഴുതുന്നത്. Carbohydrate components, 7 essential components ഏതൊക്കെയാണെന്നാണ്. Carbohydrate, fat, FAT, protein, 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 vitamins, 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 minerals, 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 fiber, FIBRE, fiber, and water. അപ്പൊ ഇങ്ങനെ കറക്റ്റ് ക്വാണ്ടിറ്റിയില് ശരിയായിട്ട് അളവിലുള്ള എല്ലാ ഫുഡ് ഗ്രൂപ്പ്സും ഉൾപ്പെടുന്നതിനാണ് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ സമീകൃത ആഹാരം എന്ന് പറയുന്നത്. അതിലെല്ലാ കമ്പോണൻസും വേണം, ഈ 7 എസെൻഷ്യൽ ന്യൂട്രിയൻസും വേണം. അങ്ങനെയുള്ള ഫുഡാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. 7 കമ്പോണൻസ് അതിന്റെ ബാലൻസ്ഡ് ഡയറ്റിൽ വരുന്ന എസെൻഷ്യൽ ഫാക്ടേഴ്സ് ആണ് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ, വൈറ്റമിൻ, മിനറൽ, ഫൈബർ ആൻഡ് വാട്ടർ. ഇതൊക്കെ 7 എസെൻഷ്യൽ ന്യൂട്രിയൻസ് ആണ്. അപ്പൊ അത് ബാലൻസ്ഡ് ഡയറ്റ് എന്താണെന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള നല്ലൊരു ബാലൻസ്ഡ് ഡയറ്റിലൂടെയാണ് നമ്മുടെ ഹെൽത്തി ലൈഫ് സ്റ്റൈല് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾക്കൊരു നല്ലൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മീൽ പ്ലാൻ വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ബോഡി വെയിറ്റ് കറക്റ്റ് ആയിട്ട് നിർത്താനും അത് നല്ലൊരു മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്ക് അത് അച്ചീവ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ അസുഖങ്ങൾ ഇങ്ങനെയുള്ള റിസ്ക് കുറയ്ക്കാനും പറ്റുന്നു. ഏതാ ക്രോണിക് ഡിസീസ്, ഡയബറ്റീസ്, ക്രോണിക് എന്ന് പറഞ്ഞാൽ വിട്ടുമാറാത്ത എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ക്രോണിക് ഡിസീസ് ലൈക്ക് ഡയബറ്റീസ്, കാർഡിയോവാസ്കുലർ, അതർ ടൈപ്പ് ഓഫ് ക്യാൻസർ, അങ്ങനെയുള്ള അതിന്റെ റിസ്ക് നമുക്ക് കുറയ്ക്കാനും പറ്റുന്നു. ഇതെല്ലാം നമുക്ക് ഫുഡിലൂടെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. അത്രയാണ്. ഇനി ഇതിനകത്ത് നമ്മൾ പറയുന്നത് 7 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡയറ്റ് ആണ് പറയുന്നത്. 7 ആയിട്ട് പറയുന്നുണ്ട്. പല തരത്തിലുള്ള ഡയറ്റുകളാണ്. ഫസ്റ്റ് വൺ കാർഡിയാക് ഡയറ്റ്. കാർഡിയാക് എന്ന് പറഞ്ഞാൽ എന്തിനെ സംബന്ധിച്ചായിരിക്കും? എന്തിന് സംരക്ഷണം കൊടുക്കുന്നതായിരിക്കും കാർഡിയാക് ഡയറ്റ് എന്ന് പറയുന്നത്? കാർഡിയാക് ഇറ്റ് ഈസ് ഓൾസോ നോൺ ഹാർട്ട് ഹെൽത്തി ഡയറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഹൃദയത്തിന് സംരക്ഷണം കൊടുക്കുന്ന രീതിയിലുള്ള ഭക്ഷണക്രമം, അതാണ് കാർഡിയാക് ഡയറ്റ് എന്ന് പറയുന്നത്. അടുത്ത റീനൽ ഡയറ്റ് ഓർ കിഡ്നി ഡയറ്റ്. വൃക്കകൾക്ക് സംരക്ഷണം കൊടുത്തുകൊണ്ടുള്ള തരത്തിലുള്ള ഭക്ഷണക്രമം, ഇതാണ് റീനൽ ഡയറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് കിഡ്നി ഡയറ്റ് എന്നും പറയാം.
പിന്നെ അടുത്ത ലോ സോഡിയം ഡയറ്റ്, സോഡിയത്തിന്റെ അളവ് കുറച്ചുകൊണ്ടുള്ള ലോ സോഡിയം ഡയറ്റ്. പിന്നെ അടുത്താണ് സോഫ്റ്റ് ഡയറ്റ് എന്ന് പറയുന്നത്. ഫുഡ് സോഫ്റ്റ് ആയിട്ടുള്ള ടൈപ്പിലുള്ള ഫുഡ്. സർജറി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേ നമുക്ക് എങ്ങനെയാ നല്ല കട്ടിയുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റും ഒരു സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം. അപ്പൊ ഡോക്ടർ അവിടെ പറയും സോഫ്റ്റ് ഡയറ്റ് കഴിക്കാൻ പറയും അല്ലെ. സോഫ്റ്റ് ഡയറ്റ് ആണ് പ്രിഫർ ചെയ്യുന്നത്. സർജറിക്ക് ശേഷമൊക്കെ ഒരു ചെറിയ ലൈറ്റ് ആയിട്ട് ഭക്ഷണം കഴിച്ചോളാല്ലേ പറയുന്നേ. അധികം കട്ടിയൊന്നും ഇല്ലാത്ത ആഹാരം കഴിക്കാനല്ലേ പറയുന്നേ ഡോക്ടർ. അപ്പൊ അങ്ങനെ അത് വരുന്നതാണ് സോഫ്റ്റ് ഡയറ്റ്. പിന്നെ അടുത്താണ് ഡയബറ്റിക് ഡയറ്റ് എന്ന് പറയുന്നത്. ഡയബറ്റിക് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഡയബറ്റീസിനെ അത് വരാതിരിക്കാനുള്ള, അതിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള തരത്തിലുള്ള ഡയറ്റുകളൊക്കെയാണ്. പിന്നെ അടുത്തതാണ് ഹൈ പ്രോട്ടീൻ ഡയറ്റ്. പിന്നെ ലാസ്റ്റത്തെ ആണ് ലിക്വിഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ഈ ലിക്വിഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലിക്വിഡ് ആയിട്ടുള്ള ഭക്ഷണം, ചില ആളുകൾക്ക് ചവച്ചൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പൊ അവര് ട്യൂബിൽ കൂടെയൊക്കെ ലിക്വിഡ് ആയിട്ടുള്ള ഭക്ഷണമേ കഴിക്കാൻ പറ്റത്തുള്ളൂ അല്ലെ. ജ്യൂസുകളൊക്കെയാണ് പറയുന്നത്. അപ്പൊ അവർക്ക് എന്താണ് സോളിഡ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. സോളിഡ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാത്തവർക്ക് ഭക്ഷണം നമ്മൾ ട്യൂബിൽ കൂടെയൊക്കെ ആയിട്ട് നമ്മൾ ഫുള്ള് ലിക്വിഡ് രൂപത്തിൽ കൊടുക്കുന്നതാണ് ലിക്വിഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ഏതൊക്കെയായിരുന്നു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡയറ്റ്? there are 7 type of diets. ഏതൊക്കെയാ? കാർഡിയാക് ഡയറ്റ് പറഞ്ഞേ. ഏതൊക്കെയാ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറ്റ്സിൽ വരുന്നേ? കാർഡിയാക് ഡയറ്റ്, renal diet, low sodium diet, soft diet, diabetic diet, high protein diet, liquid diet. അടുത്ത ക്ലാസ്സിൽ എഴുതാം. അപ്പൊ കാർഡിയാക് ഡയറ്റ് എന്ന് പറയുന്നത് ഹാർട്ട് ഹെൽത്തി ഡയറ്റ് എന്നാണ്. ഹൃദയത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അത് ഹൃദയത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ തരത്തിലുള്ള ഭക്ഷണക്രമങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ റീനൽ ഡയറ്റ് എന്ന് പറഞ്ഞാൽ കീപ്പിംഗ് ലെവൽ ഓഫ് ഫ്ലൂയിഡ് ആൻഡ് മിനറൽ ബാലൻസ് ഇൻ ദ ബോഡി ഇൻ ഇൻഡിവിജ്വൽ വിത്ത് ക്രോണിക് ഡിസീസ്. അതായത് കിഡ്നി ഡിസീസ് ഒക്കെ വന്നവർക്ക് അവരുടെ ഭക്ഷണക്രമവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അടുത്ത ലോ സോഡിയം ഡയറ്റ് എന്ന് പറഞ്ഞാൽ അപ്പൊ ആ സോഡിയത്തിന്റെ അളവ് കുറച്ചുകൊണ്ട് ഇത് എന്താ ഡോക്ടർ സോഡിയം കൂടുതലാണെങ്കിലൊക്കെ അതിന്റെ അളവ് കുറച്ചുകൊണ്ടുള്ള ഡയറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. Energy plan that people can allow the reduce the amount of sodium in the diet. അവർക്ക് ആ സോഡിയത്തിന്റെ അളവ് ആ ഡയറ്റിൽ റെഡ്യൂസ് ചെയ്യാണ്, കുറയ്ക്കുന്നതാണ്. പിന്നെ ഡയബറ്റിക് ഡയറ്റ് എന്ന് പറഞ്ഞാൽ പ്രമേഹമൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ അപ്പൊ ഡയബറ്റീസ് ഷുഡ് ബി ഹൈ ഹോൾ ഗ്രെയിൻസ്. അവരോടൊക്കെ ധാന്യങ്ങളടങ്ങിയ ഗോതമ്പ് അങ്ങനെയുള്ള ഭക്ഷണമൊക്കെയാണ് കൂടുതൽ കഴിക്കാൻ പറയുന്നത്. ഫൈബേഴ്സ് കണ്ടന്റ് ഒക്കെ ഉള്ളത്, ഫ്രൂട്ട്സുകൾ അതൊക്കെ വരുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഡയബറ്റീസ് ഉള്ള അവർക്ക് പ്രിഫർ ചെയ്യുന്ന ആ ഡയറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഹൈ പ്രോട്ടീൻ ഡയറ്റ് എന്ന് പറയുന്നത് ഡയറ്റ് വിച്ച് കണ്ടെയ്ൻ ഫുഡ് റിച്ച് ഇൻ പ്രോട്ടീൻ ആർ ബെനിഫിഷ്യൽ ഫോർ ഡെയിലി റുട്ടീൻ. അപ്പൊ പ്രോട്ടീൻ്റെ ഒക്കെ ഇത് കുറവുള്ളവർക്ക്, പ്രോട്ടീൻ കുറവുള്ളവർക്ക് അവർക്ക് ഡോക്ടർ പ്രിഫർ ചെയ്യുന്ന പ്രോട്ടീൻ ഡയറ്റ് പറയുന്നത്. അവരുടെ ഭക്ഷണത്തില് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഉൾപ്പെടുത്താൻ പറയും. അപ്പൊ അതാണ് ഹൈ പ്രോട്ടീൻ ഡയറ്റ്. പിന്നെ ലാസ്റ്റ് ലിക്വിഡ് ഡയറ്റ്. ലിക്വിഡ് ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോളിഡ് ആയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവര്, അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മള് ഭക്ഷണം ഏതി കൂടെ ലിക്വിഡ് ആയിട്ടേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതിപ്പോ നമ്മള് റൈസ് ഒക്കെ ആണെങ്കിലും അരിയൊക്കെ ആണെങ്കിലും നമ്മൾ കുറുക്ക് കുഴമ്പ് രൂപത്തിലാക്കി നമ്മള് ട്യൂബിക്ക് കൊടുക്കുന്ന, അല്ലെങ്കിൽ ജ്യൂസ് ഒക്കെ, അങ്ങനെ കട്ടിയായിട്ടുള്ള ആഹാരം സോളിഡ് ഫുഡ് കഴിക്കാൻ പറ്റാത്തവർക്ക് കൊടുക്കുന്ന നിർദ്ദേശിക്കുന്ന ആ ഡയറ്റ് ആണ് ലിക്വിഡ് ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ വളരെ കുറച്ചേ പഠിച്ചുള്ളൂ. ഏതൊക്കെയായിരുന്നു നമ്മളപ്പോ പഠിച്ചത്? എന്താണ് ഡയറ്ററി സർവീസ് എന്ന് പറഞ്ഞു. പിന്നെ അടുത്ത ആ ഡയറ്ററി സർവീസിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു. ഒബ്ജക്റ്റീവ്സ് ഓരോ പോയിന്റ്സുകളായിട്ടാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഡയറ്റീഷ്യൻ എന്ന് പറയുന്ന ആരാണ്? ഡയറ്റീഷ്യൻ ആരാന്ന് പറഞ്ഞേ? ഹെൽത്ത് പ്രൊഫഷണൽ ആണ് അല്ലെ. അത് ഇംപ്ലിമെന്റ് ചെയ്യാനും നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ പോപ്പുലേഷനില് അവർക്ക് നമ്മുടെ റുട്ടീൻ, നമ്മുടെ ഭക്ഷണക്രമത്തില് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ ചേഞ്ച് വരുത്താനും, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയതായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാനും ഒക്കെ സ്കില്ല് ഉള്ള കഴിവുള്ള ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ആണ് ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞു.
പിന്നെ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡയറ്ററി മാനേജ്മെന്റ്, ഡയറ്ററിയുടെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. നമ്മുടെ നല്ലൊരു ഹെൽത്ത് സ്റ്റൈൽ നമുക്ക് നേടണമെങ്കിൽ നമുക്ക് ആ ഡയറ്റ് കൺട്രോൾ ചെയ്യണം അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു നല്ലൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മീൽ പ്ലാനിലൂടെ മാത്രമേ നമ്മുടെ ബോഡി വെയിറ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും നമുക്ക് ക്രോണിക് ആയിട്ടുള്ളത് വിട്ടുമാറാത്ത രോഗങ്ങള് അങ്ങനെയുള്ള ആ റിസ്കുകള് അതിന്റെ റിസ്ക് കുറയ്ക്കാനും പറ്റത്തുള്ളൂ. ഏതൊക്കെയായിരുന്നു? നമുക്ക് ക്രോണിക് ഡിസീസിൽ വരുന്ന ഡയബറ്റീസ്, കാർഡിയോ വാസ്കുലർ ആൻഡ് അതർ ടൈപ്പ് ഓഫ് ക്യാൻസർ, ഇങ്ങനെയുള്ള ക്യാൻസറുകൾ അതിൽ നിന്നൊക്കെ വരുന്ന ആ റിസ്ക് നമുക്ക് കുറയ്ക്കാനായിട്ട് ഈ ഡയറ്റ് കൺട്രോളിലൂടെ നമുക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ഡയറ്റിലൂടെ നമുക്ക് അത് സാധ്യമാകുന്നു. ഒരു പരിധി വരെ നമുക്ക് അങ്ങനെ കൺട്രോൾ ചെയ്യാം, കുറയ്ക്കാൻ പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞത് ബാലൻസ്ഡ് ഡയറ്റ് എന്താണെന്ന് പറഞ്ഞു. അതിനകത്ത് 7 കമ്പോണൻസ് പറഞ്ഞു. ബാലൻസ്ഡ് ഡയറ്റിൽ ഉൾപ്പെടുന്ന 7 എസെൻഷ്യൽ ന്യൂട്രിയൻസ് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു അത്? ഏതൊക്കെയായിരുന്നു? The components of the balanced diet are carbohydrate, fat, protein, vitamins, minerals, fiber and water. ഇങ്ങനെയുള്ള 7 എസെൻഷ്യൽ ആയിട്ടുള്ള കമ്പോണൻസ് ഉണ്ട് ബാലൻസ്ഡ് ഡയറ്റില്. പിന്നെ നമ്മൾ പല 7 ടൈപ്പ് ഓഫ് ഡയറ്റുകൾ പറഞ്ഞു അല്ലെ. ഏതൊക്കെയായിരുന്നു 7 ടൈപ്പ് ഓഫ് ഡയറ്റ് പറഞ്ഞത്? കാർഡിയാക്, renal diet, low sodium diet, soft diet, diabetic diet, high protein diet, liquid diet. അതിനെ കുറിച്ചൊക്കെ ഓരോ സെന്റൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നാളെ ഉണ്ടല്ലോ നമുക്ക്. അപ്പൊ അത് ഓരോ സെന്റൻസ് ഒന്ന് നമുക്ക് ഓരോ ഡയറ്റിനെ കുറിച്ച് എഴുതാം. അപ്പൊ ഇന്ന് ഇത്രയും പഠിപ്പിച്ചാൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്തുണ്ടോ? ഇതൊക്കെ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റേഴ്സ് ആണ്. എന്തെങ്കിലും മനസ്സിലാവായികയുണ്ടോ? ഇല്ല. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് റീഡ് ചെയ്തോ കേട്ടോ. നാളെ നമുക്ക് ബാക്കിത്തെ എടുക്കാം. ഇപ്പൊ നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊന്ന് വായിച്ചു വെക്കുക. ബാക്കി ഇതിന്റെ ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു. Thank you. Thank you.